ഇത് കേൾക്കുന്ന ഏതെങ്കിലും അമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ ആമ്പിള്ളാരെ വെറുതെ വിടുക, അവരെ ജീവിക്കാൻ അനുവദിക്കുക. നിങ്ങൾ അവരുടെ ജീവിതം എടുക്കരുത്. 22 വയസ്സായ ചെറുക്കന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കാനും കുളിപ്പിക്കാനും പോകുന്നത് അമ്മയുടെ ദൗത്യമല്ല. അങ്ങനെ ഒരു അമ്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെറുക്കനെ നശിപ്പിക്കുക, അവരുടെ ജീവിതം എടുക്കുക, അവരുടെ ജീവിതം അവർക്ക് വിട്ടുകൊടുക്കുക. അത് ആൺകൊച്ചായാലും പെൺകുട്ടിയായാലും. നിരാശ്രയത്വം ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീയും വെള്ളവും തമ്മിൽ തിരിച്ചറിയാൻ തുടങ്ങി കഴിയുമ്പോൾ, പ്രായപൂർത്തിയായി കഴിയുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് സാധിക്കണം, ഇര തേടാനായിട്ട് സാധിക്കണം. അത് അമ്മയെ നോക്കിക്കൊണ്ടല്ല. അമ്മ ഒരു ദിവസം പനി പിടിച്ചു കിടന്നാൽ ഈ വീട് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥമാകുന്ന ജീവിതത്തിലേക്ക് ആ കുടുംബം വരാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പന്റെ ജോലി മാത്രമേ അപ്പൻ ചെയ്യാവൂ, അമ്മയുടെ ജോലി മാത്രമേ അമ്മ ചെയ്യാവൂ, മക്കളുടെ ജോലി മക്കളെ കൂടി ചെയ്യിക്കണം. ഒരു ടീം വർക്കാണ്. നമ്മളെ പല ആൺകുട്ടികളും ഇന്ന് ഒരു അൺലിബറേറ്റഡ് ആൺപിള്ളേരായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഇന്ന് പലപ്പോഴും ഒരു +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാത്തൊരു അവസ്ഥ വല്ലതും വരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നത് ഇവിടുന്ന് വലിയൊരു വൻ തുക എടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് ഡിഗ്രി പോലും പാസ്സാകാത്ത ഒരു കൊച്ചവിടെ ചെന്ന് കിടന്ന് അനുഭവിക്കുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ. അത് തന്നെയുമല്ല, ഒരു കൃത്യമായ ഒരു ജോലി നേടാത്ത ഒരുപാട് ആൺകുട്ടികൾ. അവർ പലപ്പോഴും എന്താ വിചാരിക്കുന്നത്, അത് അമ്മക്കളിക്കൂട്ടിൽ കഴിഞ്ഞുകൂടാനാണ് ഈ ആമ്പിള്ളാർ പലരും ആഗ്രഹിക്കുന്നത്. അമ്മക്കളിക്കൂട് എന്ന് പറഞ്ഞാൽ അമ്മക്കൂട്ടനായിട്ട് ജീവിക്കുക, അമ്മച്ചിയുടെ അപ്പക്കൂട്ടൻ. ഒരു കാര്യം അറിയത്തില്ല. 22 വയസ്സായാലും തുണി ഊരട അലക്കട എന്ന് അമ്മ പറയേണ്ടവരാണ്. തലയിൽ എണ്ണ തേച്ചു കൊടുക്കുന്നു, ഉടുപ്പിട്ട് കൊടുക്കുന്നു, ഇട്ട ഉടുപ്പ് ഊരി കൊടുക്കുന്നു. ഈ തരത്തിൽ അമ്മക്കൂട്ടനായിട്ട് വളരുകയാണ് അന്നമ്മ ചേച്ചിയുടെ അപ്പക്കൂട്ടൻ. ഈ അപ്പക്കൂട്ടൻ 27 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചോദിക്കും, എവിടെയാ എന്റെ സോപ്പ്, എവിടെയാ എന്റെ ജീപ്പ്, എവിടെയാ എന്റെ കണ്ണാടി, എവിടെയാ എന്റെ ബ്ലേഡ്. അമ്മയെപ്പോലെ ഒരു ജീവിത പങ്കാളിയെ പ്രതീക്ഷിക്കും. ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ വൈഫ് ഈസ് മൈ ലൈഫ്. അപ്പൊ എന്റെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടിയുള്ള ഒരു വാഷിംഗ് മെഷീൻ അല്ല, എന്റെ പാത്രങ്ങളെല്ലാം കഴിഞ്ഞ ഒരു കുക്കിംഗ് മെഷീൻ അല്ല, എനിക്ക് സന്തോഷം അനുഭവിക്കാനുള്ള പ്രഷർ പ്രൊഡ്യൂസിംഗ് മെഷീൻ അല്ല. വൈഫ് ഈസ് വൈഫ്, വൈഫ് ഈസ് മൈ ലൈഫ്. അതാണ് ദൈവിക പദ്ധതി. ഇത് മനസ്സിലാക്കാതെ ഒരു വീട്ടിലെ 5 പേർ അധ്വാനിക്കാതിരിക്കുന്നു, ബാക്കി 5 പേരുടെ കൂടി ആസ്വദിക്കുന്നു. ആര്? അമ്മ അധ്വാനിക്കുന്നു, ബാക്കി 4 പേര് കൂടി അത് ആസ്വദിക്കുകയാണ്. ഇതല്ല ക്രൈസ്തവീയതയല്ല, ക്രിസ്തീയതയല്ല. ചിലപ്പോൾ കുട്ടികൾ പറയാറുണ്ട്, ഞാൻ അമ്മയെ സഹായിക്കുകയാണെന്ന്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മകനോ മകളോ ഉണ്ടെങ്കിൽ തിരിച്ചറിയ, മോളെ, നീ അമ്മയെ സഹായിക്കുകയല്ല, നീ സ്വയം വളരുകയാണ്. നീ കുടുംബത്തെയാണ് സഹായിക്കുന്നത്, അമ്മയെ സഹായിക്കുകയല്ല. അല്ലെ ഒരു ഭർത്താവ് പറയും, ഞാൻ ഭാര്യയെ സഹായിക്കാൻ. അപ്പൊ ഭാര്യയുടെ ഉത്തരവാദിത്വമാണ് ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തുക. ഭർത്താവിനെ സഹായിക്കുകയല്ല. എല്ലാവരും വർക്ക് ചെയ്യും. കുടുംബം എന്നൊരു ടീം വർക്കാണ്. ഈ ടീം വർക്കിൽ ഒരു ഗോൾ കീപ്പറെ പോലെ ഒരു ഫുട്ബോൾ കളിയിൽ ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഉണ്ട്. അമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, അപ്പനൊരു സ്ഥാനമുണ്ട്, മക്കൾക്കൊരു സ്ഥാനമുണ്ട്. ഇവിടെ ഗാലറിയിൽ ഇരിക്കുന്നവരാരുമില്ല, എല്ലാവരും ഇറങ്ങിക്കളിക്കുന്നവരാണ്. സ്നേഹിക്കാൻ പഠിക്കണം, ജോലി ചെയ്യാൻ പഠിക്കണം, ഗാലറിയിൽ ഇരിക്കണ്ട. മരണ സംസ്കാരത്തിലുള്ള മറുപടിയാണ് കുടുംബ സംസ്കാരം. മരണ സംസ്കാരം, കുടുംബ സംസ്കാരം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ആദ്യമായിട്ട് ഈ മരണ സംസ്കാരം അല്ലെങ്കിൽ ഡെത്ത് കൾച്ചർ എന്നത് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ജീവന് പ്രാധാന്യം കൊടുക്കാതെ മരണത്തിന്റെ സന്ദേശവാഹകരായി തീരുന്ന ഒരു കൾച്ചർ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആനുകാലിക സമൂഹത്തെ നമ്മൾ സോഷ്യൽ സയന്റിസ്റ്റിന്റെ ഒക്കെ കാഴ്ചപ്പാടിൽ വിശദീകരിച്ചാൽ, ഇന്നത്തെ സമൂഹത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നേട്ടത്തിൽ നോട്ടം വയ്ക്കുന്ന സമൂഹമാണ്. എവറിത്തിങ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. $1 കൊടുത്താൽ എത്ര രൂപ കിട്ടും, £1 കൊടുത്താൽ എത്ര രൂപ കിട്ടും, അല്ലെങ്കിൽ $1 കൊടുത്താൽ എത്ര കിട്ടും. കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട കുടുംബങ്ങളൊക്കെ രാവിലെ മിക്കവാറും പത്രം തുറന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്സ്ചേഞ്ച് റേറ്റ് നോക്കുന്ന കുടുംബങ്ങൾ ധാരാളം വന്നു കഴിഞ്ഞു. എനിക്ക് എന്ത് കിട്ടും? എവറിത്തിങ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഏത് കാര്യത്തിന് പോയാലും എനിക്കെന്ത് കിട്ടും എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുക. ഒന്നാമത്തെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഇന്നത്തെ സമൂഹത്തിൽ വന്നിട്ടുണ്ടാവുന്ന ബന്ധങ്ങൾക്ക് വേണ്ടത്ര വില കൽപ്പിക്കാൻ സാധിക്കാത്ത സമൂഹമാണ്. അതായത് റിനൗൺസിയേഷൻ ഓഫ് ലോങ് ടേം ലോയൽറ്റീസ്. നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങളൊന്നും വേണ്ട. അത് മാതാപിതാക്കളും മക്കൾ തമ്മിലായാലും, സഹോദരങ്ങൾ തമ്മിലായാലും, അയൽവക്കംകാർ തമ്മിലായാലും, എന്തെങ്കിലും ലാഭമുണ്ടെങ്കിൽ മാത്രം ആ ബന്ധം തുടരുക. അതും ആ ബന്ധം ഉപയോഗം കഴിഞ്ഞു കഴിയുമ്പോൾ യൂസ് ഇറ്റ് ആൻഡ് ത്രോ ഇറ്റ് അവേ എന്ന് നമ്മൾ പറയാറുണ്ട്. ഉപയോഗിച്ച് ഊറ്റിയെടുത്ത് ഉപേക്ഷിക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെടുകയാണ്. അപ്പൊ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് എല്ലാത്തിനും എനിക്കെന്ത് കിട്ടും എന്നുള്ള സംസ്കാരം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ബന്ധങ്ങൾക്ക് വേണ്ടത്ര വില നൽകാത്ത ഒരു സംസ്കാരം. മൂന്നാമത്തെ നമ്മൾ കാണുന്നത് ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത, ആത്മീയതയും ധാർമ്മികതയും ആത്മീയ മൂല്യങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും, അതായത്
ആത്മീയ മൂല്യങ്ങളുടെ നിരാസം എന്ന് പറയും. സസ്പീഷൻ ഓഫ് റിലീജിയസ് വാല്യൂസ് ആൻഡ് മോറൽ വാല്യൂസ്. അതുകൊണ്ടാണ് ഈ സമൂഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സത്യാനന്തര സമൂഹം എന്നാണ്. പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്ന് പറയുന്നത് സത്യാനന്തര സമൂഹം. ഈ സമൂഹത്തിന്റെ പ്രത്യേകത സത്യത്തിനപ്പുറത്തേക്ക് സത്യമല്ല ആരും അന്വേഷിക്കുന്നത്. ഇന്ന് സത്യം എന്താണ്? മീഡിയ വിളിച്ചു പറയുന്നത്, ആൾക്കൂട്ടം വിളിച്ചു പറയുന്നതാണ് സത്യം. അപ്പൊ യാഥാർത്ഥ്യവുമായിട്ട് ബുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഭൂരിപക്ഷം ആൾക്കാർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് മാറുന്നൊരു കാലഘട്ടമാണ്. ഇതിന്റെ തുടക്കം രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ജർമ്മനിയിലാണ് ആരംഭിച്ചത്. ജോസഫ് ഗീബൽസ് ആണ് ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ ഗീബൽസ്യൻ തന്ത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നുണ 1000 പ്രാവശ്യം ആവർത്തിച്ച് പറയുക. അത് പറയുമ്പോഴത്തേക്ക് 1000 പ്രാവശ്യം പോലും വേണ്ട, 100 പ്രാവശ്യം ആവർത്തിച്ച് കഴിയുമ്പോൾ അത് ഭൂരിപക്ഷം ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ സാധിച്ചാൽ മീഡിയയിലൂടെ എല്ലാ ദിവസവും പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കും. അതാണ് സത്യാനന്തര സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? വസ്തുനിഷ്ഠമായ കാര്യങ്ങളോ യാഥാർത്ഥ്യബോധത്തോടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല അവതരിപ്പിക്കുന്നത്. ഭൂരിപക്ഷം ആൾക്കാർ പറയുന്നു, മീഡിയ അത് എല്ലാ ദിവസവും എടുത്ത് ചർച്ച ചെയ്യുന്നു. അപ്പോൾ സത്യം എന്താണെന്നുള്ളതാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ മീഡിയയിൽ കാണിക്കുന്നതാണ് സത്യം. ഇത് സത്യത്തിന്റെ മരണമാണ് ഇവിടെ നടക്കുക. മീഡിയയിൽ കാണിക്കുന്നത് ക്യാമറ കള്ളം പറയാറില്ല, പക്ഷെ ക്യാമറാമാന് കള്ളം പറയാൻ പറ്റും. ഒരു ഫോട്ടോ എടുത്തിട്ട് ഏത് വിധത്തിൽ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. എത്ര കുടുംബങ്ങളെ തകർത്തിരിക്കുന്നു. അത് ഇതിന്റെ ഒരു പുതിയതാണ്. സത്യത്തിനല്ല വില കൊടുക്കുന്നത്. അതായത് സത്യത്തെ ഏത് വിധത്തിലും വളച്ചൊടിക്കുന്ന ഒരു പ്രവണത ഇന്ന് വന്നിരിക്കുകയാണ്. ഇതാണ് ഈ മരണ സംസ്കാരത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ മരണ സംസ്കാരത്തിന് ബദൽ എന്താണ്? ഒരു പ്രോഫറ്റിക് ഓൾട്ടർനേറ്റീവ് എന്താണ്? അത് മറ്റൊന്നുമല്ല, അത് കുടുംബ സംസ്കാരമാണ്. മരണ സംസ്കാരത്തിന്റെ മറുപടി കുടുംബ സംസ്കാരമാണ്, കുടുംബ സുവിശേഷം. കാരണം ഈ ഭൂമിയിലേക്ക് ദൈവം ഒരു മനുഷ്യനെയും ഏകനായി വിട്ടിട്ടില്ല, ഏകയായി വിട്ടിട്ടില്ല. ഒരു കുടുംബത്തിലേക്കാണ് ദൈവം വിട്ടത്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു അമ്മയുടെയും അപ്പന്റെയും കരുതലില്ല. അതുകൊണ്ട് ഫാമിലി ബീയിങ് ആയ കുടുംബ സംസ്കാരം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഈ മരണ സംസ്കാരത്തിനുള്ള മറുപടി. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ പറയുന്ന പ്രായോഗിക ടിപ്സുകൾ നമ്മുടെ കുടുംബത്തിൽ, ഏതൊരു കുടുംബത്തിലും, വിദ്യാഭ്യാസം ഉള്ളവരുടെയും കുറഞ്ഞവരുടെയും സമ്പത്തുള്ളവരുടെയും ഇല്ലാത്തവരുടെയും, ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും കുടുംബത്തിൽ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിശ്വാസത്തിന്റെയും യുക്തിയുടെയും വെളിച്ചത്തിലുള്ള ഒരു കുടുംബ സംസ്കാരം എങ്ങനെ രൂപപ്പെടുത്താമെന്നാണ് നമ്മൾ ഇവിടെ ചിന്തിക്കാനായിട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, സംസ്കാരം സംസ്കരിച്ചെടുക്കുക. ഒരു സംസ്കാരമുള്ള വ്യക്തി എന്ന് പറയും. മൂല്യങ്ങൾ എന്താണ്? മൂല്യങ്ങൾ എന്ന് പറയുന്നത് ജീവിത നിയമങ്ങളാണ്. ലോ ഓഫ് ലൈഫ്. നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതത്തിന് ചില നിയമങ്ങൾ ആവശ്യമുണ്ട്. ലോ ഓഫ് ലൈഫ്. അതുകൊണ്ടാണ് സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുത്തനാം സർപ്പത്തെക്കാളേറെ ഭയപ്പെടണം. മൂല്യങ്ങളില്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്നത് അപകടകാരിയാണ്. അതായത് മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ സത്യം എന്താകട്ടെ, നീതി എന്താകട്ടെ, മാതാപിതാക്കളാകട്ടെ, ബന്ധുമിത്രാദികളാകട്ടെ, ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു മൂല്യ നിരാസ, വാല്യൂ ഫ്രീ സൊസൈറ്റി എന്നാണ് പറയുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമൂഹത്തിൽ നമ്മുടെ കുടുംബവും കുഞ്ഞുങ്ങളും രൂപപ്പെട്ടു വരുമ്പോൾ നമുക്ക് എന്താണ് ഇതിനുള്ള പ്രതിവിധി? അതിനാണ് പ്രിയപ്പെട്ടവരെ കുടുംബ സംസ്കാരം രൂപപ്പെടുത്തുക. ഈ കുടുംബ സംസ്കാരം എന്നതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ധ്യാനത്തിന്റെയൊക്കെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനോ, കുടുംബ സംസ്കാരത്തിലെ നമ്പർ 1 എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, അതൊരു സ്നേഹ സംസ്കാരമാണ്. സ്നേഹ സംസ്കാരം. കുടുംബം സ്നേഹത്തിന്റെ ആലയമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒന്നാമതായിട്ട് മാതാപിതാക്കള് കാണിച്ചു കൊടുക്കുകയും പരസ്പരം കാണിച്ചു കൊടുക്കുകയും മക്കളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാണിക്കുക, സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ദ ആർട്ട് ഓഫ് ലവിങ്. ഇതാണ് നമ്മുടെ കുടുംബത്തിലെ ആദ്യ സംസ്കാരമായി രൂപപ്പെടുത്തേണ്ടത്. അത് പഠിച്ചു കൊടുത്തും പഠിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സ്നേഹിക്കാൻ പഠിക്കണം, പഠിപ്പിക്കണം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ സത്യാനന്തര സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. സ്നേഹം എന്താണ്? ലോകപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞന്മായ എറിക് ബേൺസ് അല്ലെങ്കിൽ എറിക് ഫ്രോമിനെ പോലെയുള്ളവര് സുവിശേഷാധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്ന സ്നേഹത്തെ പറ്റി. അവർ പറയുന്ന ഒരു കാഴ്ചപ്പാട് മറ്റൊരു വ്യക്തിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ക്രിയാത്മകമായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങുക. വി എൻ്റർ ഇൻ ടു ലവ്. നമ്മൾ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വി ആർ ഗ്രോയിങ് ഇൻ ലവ്. നമ്മൾ സ്നേഹത്തിൽ വളരുക. എപ്പോഴാണ് വളരുന്നത്? മറ്റൊരു വ്യക്തിയുടെ ആവശ്യങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ, മാനസിക ആവശ്യങ്ങൾ, ആത്മീയ ആവശ്യങ്ങൾ, ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് ക്രിയാത്മകമായിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ ആ വ്യക്തിയോട് പ്രതികരിക്കാൻ തുടങ്ങുന്നത് തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈശോ മിശിഹ ഇതാണ് ഒരു നാരറ്റീവ് എത്തിക്സിലൂടെ വെളിപ്പെടുത്തിയത്. ഈശോയോട് ചോദിച്ചു എന്താണ് സ്നേഹമെന്ന്. ഈശോ അതിന് കൊടുത്ത ഉത്തരം എന്താണ്? ഒരു കഥ പറയുകയാണ്. ഒരു മനുഷ്യൻ
യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന അവസരത്തിൽ ആ മനുഷ്യനെ കൊള്ളക്കാർ പിടിക്കുന്നു, മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ. അതാണ് സംഭവം. ഈ സംഭവത്തിൽ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിയുടെ മുൻപിലൂടെ ആദ്യം ഒരാൾ കടന്നു പോകുന്നു. ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അദ്ദേഹത്തിന്റെ കാരണങ്ങളാണ്. അദ്ദേഹം സ്വയമാ ചിന്തിച്ചത്, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യൻ സ്വയം ചിന്തിച്ചത് കൊണ്ട് ഈ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന്റെ ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. ഒന്ന്. രണ്ടാമത് അതുപോലെ തന്നെ മറ്റൊരു മനുഷ്യൻ വന്നു. ഉള്ളിക്കും വേറെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അദ്ദേഹവും കടന്നുപോയി. മൂന്നാമത്തെ മനുഷ്യൻ വന്നപ്പോൾ മുറിവേറ്റവന്റെ മുമ്പിൽ നിന്നു കൊടുത്തു. ആവശ്യക്കാരന്റെ മുമ്പിൽ അപ്പമായി തീരുക. അത് മറ്റൊരു വ്യക്തിയുടെ ആവശ്യം മനസ്സിലാക്കി. മുറിവേറ്റവന്റെ ആവശ്യം എന്താണ്? അവന്റെ ജീവൻ നിലനിർത്തണം. അതിന് മരുന്ന് വേണം, ഭക്ഷണം വേണം, സൗകര്യങ്ങൾ വേണം. അവന്റെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുപോയി അവനെ കൊള്ളയടിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവന് വേണ്ടത് എന്താണ്? അവന് വേണ്ടത് ഭക്ഷണം വേണം, അവന് വസ്ത്രം വേണം, അവന് ജീവജലം വേണം, അവന് ആവശ്യമുള്ള മരുന്ന് വേണം. ഇതാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈശോ ചെയ്തത്. ഇനി പ്രിയപ്പെട്ടവരെ, അന്ത്യവിധിയിൽ ഈശോ എന്താ പറഞ്ഞത്? അതായത് ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം തമ്പുരാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നീ വിശക്കുന്നവർക്ക് അപ്പം കൊടുത്തോ? ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുത്തോ? വസ്ത്രമില്ലാത്തവർക്ക് നീ വസ്ത്രം കൊടുത്തോ? രോഗിയായ വ്യക്തിക്ക് നീ മരുന്ന് കൊടുത്തോ? തെറ്റ് ചെയ്ത വ്യക്തിയോട് നീ എങ്ങനെ പെരുമാറി? ക്ഷമിക്കാനായിട്ട് നിനക്ക് സാധിച്ചോ? ആയുർവേദമില്ലാത്ത, ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി നീ ശബ്ദിക്കാനായിട്ട് തയ്യാറായോ? ഇതാണ് ചോദിച്ചത്. ഇതാണ് യു വിൽ ബി ജഡ്ജ് ബൈ യുവർ ലവ്. നീ നിന്റെ സ്നേഹത്താൽ വിധിക്കപ്പെടും. അപ്പോൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹാ പഠിപ്പിച്ചത് ശാസ്ത്രീയമായ ഒരു സത്യമാണ്. എന്ത്? മറ്റൊരു വ്യക്തിയുടെ ആവശ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് ക്രിയാത്മകമായിട്ട് പെരുമാറാനായിട്ട് പഠിക്കുന്നതാണ് സ്നേഹിക്കുക. അപ്പോൾ ലവ് ഈസ് ആൻ ആർട്ട് ആൻഡ് തെറാപ്പി. അപ്പൊ സ്നേഹത്തിൽ പരിശീലനം ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ സ്നേഹം എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതൊരു ആർട്ടാണ്, അതൊരു സയൻസ് ആണ്. ഒരു കാര്യം നിരന്തരമായി ചെയ്യുമ്പോഴല്ല നമ്മൾ ആർട്ടാന്ന് പറയും, കലയാന്ന് പറയാറുണ്ട്. സയൻസ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, കണക്കുണ്ട്. അപ്പൊ ആ കണക്ക് തെറ്റിക്കാതിരിക്കാനോട് അതായത് പ്രഭാഷകന്റെ പുസ്തകം 33:30 പ്രഭാഷകൻ 33:30 ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, ആരോടും അളവ് വിട്ട് പെരുമാറരുത്, ആരോടും അനീതി കാണിക്കരുത്. അളവ് വിട്ട് പെരുമാറരുത്. അപ്പൊ സ്നേഹമെന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ ആവശ്യം മനസ്സിലാക്കി. ശാരീരിക ആവശ്യമുണ്ട്, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അത് മിക്കവാറും നമ്മുടെ കുടുംബങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഇല്ലെന്ന് ആരും തന്നെ പറയുന്നില്ല. മിക്കവാറും നമ്മുടെ നാട്ടിൽ ഒരു പരിധി വരെ പട്ടിണി മാറി ദാരിദ്ര്യമുണ്ട്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളുടെ കുറവാണ് ദാരിദ്ര്യം. പട്ടിണി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യത കുറവാണ്. അപ്പൊ പട്ടിണിയൊക്കെ ഒരു പരിധി മാറിയിട്ടുണ്ടെങ്കിലും ദാരിദ്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ മറ്റൊരു വ്യക്തിയുടെ ആവശ്യം മനസ്സിലാക്കുക. ജീവിത പങ്കാളിയുടെ, കുഞ്ഞുങ്ങളുടെ ആവശ്യം എന്താണ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഇത് കൊടുക്കണം. ഒന്നാമത്തെ തലം. അത് കുടുംബത്തിൽ തന്നെ നിറവേറണം സ്നേഹിക്കുന്നെങ്കിൽ. രണ്ടാമത്തേത് അതുകൊണ്ട് മാത്രമായില്ല. മനുഷ്യ വ്യക്തിയുടെ രണ്ടാമത്തെ ഒരു തലമുണ്ട്, മാനസിക ആവശ്യങ്ങളുണ്ട്. അതൊരു സ്നേഹമാകട്ടെ, പരിഗണനയാകട്ടെ, അതോടൊപ്പം തന്നെ പരിലാളനയാകട്ടെ, മനസ്സിലാക്കലാകട്ടെ, അതുപോലെ തന്നെ സ്നേഹപ്രകടനങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇതാണ് രണ്ടാമത്തെ ആവശ്യം. മാനസിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം. നമ്മുടെ മിക്കവാറും കുടുംബങ്ങളിലെ മുറിവേറ്റിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തറിയാവോ? ഭക്ഷണത്തിന്റെ കുറവല്ല, വസ്ത്രത്തിന്റെ കുറവല്ല, ആഭരണത്തിന് കുറവല്ല. ഈ വൈകാരിക ആവശ്യമുണ്ടല്ലോ. ഒരു കുടുംബ ജീവിതത്തില് ഒരു പരിഗണന കിട്ടുക, ജീവിത പങ്കാളിയിൽ നിന്ന് പരിഗണന കിട്ടുക, ജീവിത പങ്കാളിയിൽ നിന്ന് പരിലാളന കിട്ടുക, ജീവിത പങ്കാളിയിൽ നിന്ന് മനസ്സിലാക്കുക, ജീവിത പങ്കാളിയിൽ നിന്ന് സുരക്ഷിതത്വം കിട്ടുക, ജീവിത പങ്കാളിയിൽ നിന്ന് സ്നേഹത്തിന്റെ ഒരു വാക്ക് പറയുന്നത് കേൾക്കുക. ഇത് മക്കൾ ആഗ്രഹിക്കുന്ന. ഇത് കിട്ടാത്തിടത്താണ് രണ്ടാമത്തെ പ്രശ്നം. അപ്പൊ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആവശ്യം. ആത്മീയ ആവശ്യങ്ങളുണ്ട്. ദൈവകൃപ നമുക്ക് ലഭിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം. മുലപ്പാലിനോടൊപ്പം മൂല്യങ്ങൾ കൂടി കൊടുക്കണം. നമ്മൾ എന്നതിനെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. അറിവിനോടൊപ്പം ആത്മീയത കൂടി കൊടുക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും പ്രിയപ്പെട്ട മാതാപിതാക്കളെ തിരിച്ചറിയുക. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ലോകത്തിലെ ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ട് ചേർത്താലും, ഏതെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിപ്പിച്ചാലും, ദൈവം തോന്നേണ്ട ഒരു മേഖലയുണ്ട്, കൃപയുടെ ഒരു മേഖലയുണ്ട്, ഗോഡ് ഷേപ്ഡ് വാക്യൂം ഉണ്ട്. അത് ആ ഒരു മേഖലയിൽ മറ്റാർക്കും പറ്റില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു സത്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവും. മനുഷ്യ വ്യക്തി എന്ന് പറയുന്നത് 3 എഞ്ചിൻ ഘടിപ്പിച്ച ഒരു വാഹനമാണെന്ന് പറയാം. അതിൽ പെട്രോൾ വാഹനത്തിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കണം, പെട്രോൾ എഞ്ചിൻ. ഡീസൽ എഞ്ചിന് ഡീസൽ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഗ്യാസ് നിറയ്ക്കുന്ന വാഹനത്തിൽ അത് നിറയ്ക്കണം. അതായത് ഒരു കുടുംബത്തിൽ ഭക്ഷണത്തിന്റെ ഊർജം കിട്ടണം ശരീരത്തിന്. മനസ്സിന്റെ ഊർജം എന്ന സ്നേഹമാണ്.
ആത്മീയ ഊർജ്ജമാണെന്ന് പറയുന്ന ആ മാനസിക തലവ. ഇത് മൂന്നും നിറവേറ്റി കൊടുക്കുമ്പോഴാണ് നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്? കുടുംബത്തിൽ നമ്മൾ പറയാറുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളായാൽ പോലും പ്ലാവില എടുക്കേണ്ട പ്രായത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് പ്ലാവില എടുപ്പിക്കണം. സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 1 അധ്വാനിക്കാൻ പഠിപ്പിക്കുക, 2 പങ്കെടുക്കാൻ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖല, കുടുംബത്തിന്റെ സകല കാര്യങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇൻവോൾവ്മെന്റ് വേണം. ഇൻഫർമേഷൻ ഈസ് ഗുഡ്, ഇൻവോൾവ്മെന്റ് ഈസ് മെറ്റർ. സ്നേഹിക്കാൻ പഠിപ്പിക്കുക. സ്നേഹത്തിൽ നൊമ്പരമുണ്ട്. ലവ് റൂട്ടഡ് ഇൻ പെയിൻ. മറ്റൊരു വ്യക്തിയുടെ ആവശ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കുടുംബങ്ങളിലൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്ന അവസരത്തിൽ തന്നെ അമ്മമാരൊക്കെ ഈ കൊച്ചുങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട്, നമ്മുടെ മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞുകൊണ്ട് ചൈൽഡ് സൈക്കോളജി പറഞ്ഞൊരു കാര്യം ഹാൻഡ് സ്കിൽ എന്ന് പറയും. കുട്ടികൾക്ക് ലഭിക്കേണ്ട ഹാൻഡ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയും പണിയും ഒക്കെ ചെറിയ കൈവിരലുകൾക്ക് കിട്ടുന്ന ഒരു ചലനാത്മകതയുണ്ട്. അമ്മമാര് കൊച്ചു കുഞ്ഞുങ്ങളെ അടുത്തിരുത്തിക്കൊണ്ട് ഉള്ളിയുടെ തൊലി പൊളിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുക. എന്നാൽ കൊച്ചു കുഞ്ഞ് അത് മതി. അങ്ങനെ ആ ജോലി ചെയ്ത് ഹാൻഡ് സ്കില്ല് ആ കൊച്ചിന് അത് ചെയ്ത് മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രാപ്തി ലഭിക്കുകയാണ്. അതായത് മനുഷ്യ ശരീരം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഹ്യൂമൻ ബോഡി ഈസ് ഡിസൈൻ ടു മൂവ്. അത് വെറുതെ ഇരിക്കാനുള്ളതല്ല. സ്റ്റാഗ്നേഷൻ ഈസ് എ സൈൻ ഓഫ് ഡെത്ത്. കെട്ടിക്കിടക്കുക എന്ന് പറയുന്നത് മരണത്തിന്റെ ലക്ഷണമാണ്. കെട്ടിക്കിടക്കുന്ന ജലത്തിൽ എപ്പോഴും അതായത് അശുദ്ധി ഉണ്ടാകും. അതുകൊണ്ട് ആരോട് ഇരിക്കാൻ പാടില്ല. വി മസ്റ്റ് ഗോ ഓൺ, ഒഴുകണം. അതിനു വേണ്ടിയിട്ടാണ് കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരു കാര്യം തിരിച്ചറിയുക: അധ്വാനിക്കാൻ പഠിപ്പിക്കുക. അധ്വാനവർക്ക് ശാസ്ത്രം പഠിപ്പിക്കുക. അധ്വാനിക്കാൻ പഠിപ്പിക്കുക. ഇന്ന് ഇറങ്ങിപ്പോയ പല കുട്ടികളും മാതാപിതാക്കളോടും വളരെ മോശമായി പെരുമാറിയ പല കുട്ടികളുടെയും ചരിത്രം എടുത്ത് നോക്കിക്കോ. അവർ അമ്മയുടെ വിയർപ്പ് കണ്ടിട്ടില്ല, അപ്പന്റെ കണ്ണുനീര് കണ്ടിട്ടില്ല. അമ്മയുടെയും അപ്പന്റെയും ചോരയിലാണ് തങ്ങളുടെ ജീവിതം. അവർ നെഞ്ചുരുക്കി വളർത്തിയതാണെന്നുള്ള സത്യം അപ്പന്മാർക്കും അമ്മമാർക്കും അറിയാം, പക്ഷേ മക്കൾക്കറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ജീവിതത്തിൽ കൊച്ചുങ്ങൾക്ക് ആവശ്യമില്ലാത്ത സൗകര്യങ്ങൾ കൊടുത്ത് ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ അറിയാതെ അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീരിന്റെയും വേദനന്റെയും പങ്കാളികളാക്കി മാറ്റാതെ അവർ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അവരിന്നൊരു കംഫർട്ട് സോണിലാണ് ജീവിക്കുന്നത്. ഇവിടെയാണ് സ്നേഹിക്കാൻ പഠിപ്പിക്കുക, അധ്വാനിക്കാൻ പഠിപ്പിക്കുക. നമ്മുടെ കുടുംബങ്ങൾക്ക് ഇന്ന് 10ാം ക്ലാസ് പാസ്സായ ഒരു കൊച്ചിന് ഒരു ഗ്ലാസ് എടുത്തത് കഴുകി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നൽകാനായിട്ട് സ്വന്തം അപ്പന് കൊടുക്കാനായിട്ട് അറിയത്തില്ലാത്തൊരവസ്ഥ. ആരാണ് ഈ കുഞ്ഞുങ്ങളെ ഈ തരത്തിൽ വികലമാക്കിയത്? അവരുടെ ചലനശക്തി നഷ്ടപ്പെട്ടത് ആരാണ്? നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കൊച്ചുങ്ങൾ ജോലി ചെയ്യാൻ പാടില്ലെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയുക. ഇന്ന് ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക മേഖലയെപ്പറ്റിയുള്ള പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്, ഒരു കുഞ്ഞിന്റെ ബുദ്ധിശക്തി വളർത്തിക്കണമെന്നുണ്ടെങ്കിൽ 1 ആ കൊച്ചിനെ കൊണ്ട് ജോലി ചെയ്യിക്കുക. എന്തൂസിയാസം ടു വർക്ക്, ജോലി ചെയ്യാൻ പഠിപ്പിക്കുക. 2 ഇൻവോൾവ് ചെയ്യിക്കുക. കാര്യങ്ങൾ, കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മുടെ കാർഷിക കുടുംബങ്ങളൊക്കെ പലപ്പോഴും കാണാറുണ്ട്, പ്രത്യേകിച്ച് മലബാറിന്റെയും അതുപോലെ തന്നെ ഹൈറേഞ്ചിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വരുന്ന പല കുഞ്ഞുങ്ങളും മറ്റു കുട്ടികളെക്കാളും ഉപരിയായിട്ട് പൊതുവായിട്ട് പറയുന്നൊരു പ്രത്യേകതയാണ് ചിലപ്പോഴൊക്കെ ജോലി ചെയ്യാനായിട്ട് കാണുന്നത്. കാരണം അവര് ഒരു കാർഷിക പശ്ചാത്തലത്തിൽ വരുമ്പോൾ കൃഷിക്കാരോടൊപ്പം നിന്നുകൊണ്ട് കൃഷിയെ നിരീക്ഷിക്കുകയും അപ്പന്റെയും അമ്മയുടെയും കൂടെ നിൽക്കുന്ന ഒരു പഴയ തലമുറ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ പഠിപ്പിക്കുക. ഒറ്റ എണ്ണത്തിനെ വീട്ടിൽ വെറുതെ ഇരുത്തരുത്. അത് അടുക്കളയിലെ ജോലിയാകട്ടെ, കുടുംബത്തിലെ ജോലിയാകട്ടെ, നമ്മുടെ നാട്ടിൽ അറിഞ്ഞോ അറിയാതെയോ നമുക്കൊരു ചില തെറ്റിദ്ധാരണകൾ, ചില മുൻ അറിവുകളുണ്ട്. അതിനെ തിരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോലി ചെയ്യുക എന്ന് പറയുന്നത് കുറവല്ല. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എവറി ഡ്യൂട്ടി ഈസ് ഹോളി, ഡിവോഷൻ ടു ഡ്യൂട്ടി ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ദി വർഷിപ്പ് ഓഫ് ഗോഡ്. എല്ലാ ജോലിയും പരിശുദ്ധമാണ്. അതുകൊണ്ട് ഒരു ജോലിയും മോശമാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ അറിഞ്ഞോ അറിയാതെ രൂപപ്പെട്ടതാണ്. ജോലി ചെയ്യുന്നവരൊക്കെ എന്തോ കുറവുകാരാണെന്നും സർക്കാർ ഉദ്യോഗസ്ഥരോ അതിലെ കോളർ ജോലികളാണ് ഏറ്റവും മെച്ചമാണെന്നുള്ള ഒരു വികലമായ ധാരണ നമ്മൾ പലപ്പോഴും കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല ജോലി ചെയ്യുന്നവരെ പോലും മാറ്റി നിർത്തുന്ന അനുഭവമുണ്ട്. അപ്പൊ ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വേണ്ടത്. സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 1 അധ്വാനിക്കാൻ പഠിപ്പിക്കുക, ജോലി ചെയ്യാൻ പഠിപ്പിക്കുക, അതോടൊപ്പം തന്നെ പങ്കെടുക്കാൻ പഠിപ്പിക്കുക. ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി കാലഘട്ടമാണ്. ഇൻഫർമേഷൻ ഈസ് ഗുഡ്, പക്ഷേ ഇൻവോൾവ്മെന്റ് ഈസ് ബെറ്റർ. അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റിയിൽ നോക്കിയിരിക്കും. ആ കൊച്ചിനോട് പോയി ഉപ്പെടുത്തോണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും അടുക്കളയിൽ ഉപ്പിരിക്കുന്നത് എവിടെയാണ്. വെർച്വൽ റിയാലിറ്റി അപകടമാണ്. ഗൂഗിൾ ദൈവമല്ല. പത്രപരസ്യങ്ങൾ, മാധ്യമങ്ങളിലൂടെ വരുന്ന പരസ്യങ്ങൾ ദൈവവചനത്തിന്റെ പിൻബലം ഉള്ളതാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം, ജീവിതത്തിന്റെ ഉളുമ്പനാറ്റം പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ രൂപത്തിൽ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കോ, അവരുടെയൊക്കെ ജീവിതത്തിൽ യാഥാർത്ഥ്യ ബോധമുണ്ട്. അവർക്ക് ഈ അമ്മയും അപ്പനെയും കളിപ്പിച്ചുകൊണ്ട് അവിഹിത ബന്ധത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അമ്മയുടെ അപ്പന്റെയും മുഖത്ത് നോക്കിക്കൊണ്ട് കള്ളത്തരം പറഞ്ഞ് മറ്റൊരു വഴിയിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് സ്നേഹിക്കാൻ പഠിപ്പിക്കുക. സ്നേഹ സംസ്കാരം
നമ്മുടെ കുടുംബത്തിൽ രൂപപ്പെടേണ്ടതാണ്. കാരണം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിളാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ആ ചിന്ത ആദ്യമായിട്ട് രൂപപ്പെടുത്തി കൊണ്ടുവന്നത്. അതായത് പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. സന്തോഷങ്ങളിൽ നിന്ന് ഇൻ സെർച്ച് ഓഫ് പ്ലഷർ ആൻഡ് അവോയ്ഡൻസ് ഓഫ് പെയിൻ. വേദനയുള്ള ഒരു കാര്യവും ചെയ്യില്ല, സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യും. പൊതുവെ കുഞ്ഞുങ്ങളിൽ എല്ലാവരും കാണുന്ന, മൃഗങ്ങളിൽ പോലും കാണുന്ന ഒരു പ്രത്യേകതയാണ്, അവർ കിടക്കുന്നതിന് മുമ്പ് കാറ്റിന്റെ ദിശ നോക്കാനായിട്ട് 1-2 പ്രാവശ്യം ചുറ്റിക്കറങ്ങിയ ശേഷം മൃഗങ്ങൾ പോലും കിടക്കാറുള്ളൂ. കാരണം മുഖത്തേക്ക് കാറ്റടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അസ്വസ്ഥതയാണ്. അതുകൊണ്ട് സുഖം തേടുക എന്ന് പറഞ്ഞാൽ പ്ലഷർ സീക്കിംഗ് ആനിമലാണ് മനുഷ്യവ്യക്തി. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ അമ്മമാരുടെയും അപ്പന്മാരുടെയും കൂടെ നിർത്തിക്കൊണ്ട് ചെറിയ ചെറിയ ജോലികൾ, അവർക്ക് പറ്റുന്ന ജോലികൾ അവരെ കൊണ്ട് ചെയ്യിച്ചാണ് ഈ കാളയെ നുകം വെക്കുന്നത് പോലെ. ആദ്യം നുകം വെക്കാനായിട്ട് ഈ കാളയ്ക്ക് ഭയങ്കര വിഷമമാണ്. പിന്നീട് നുകം അങ്ങോട്ട് അത് ഓരോ കാളയുടെയും കഴുത്തിന് ചേർത്ത നുകമുണ്ടാക്കി അതിനെ ചേർത്ത് രൂപപ്പെടുത്തി കഴിയുമ്പോൾ അത് പിന്നീട് മുന്നോട്ട് പോകുന്നത്. കാരണം ജീവിതമാകുന്ന ഈ കാളവണ്ടി വലിക്കണമെങ്കിൽ ഈ ജീവിതത്തിന്റെ നുകം വഹിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിന് പലപ്പോഴും നമ്മുടെ ഈ മലയാളി സമൂഹത്തിൽ വന്നിരിക്കുന്നത് ഒരു വികലമായ ഒരു തെറ്റിദ്ധാരണയാണ്. അടുക്കള ജോലി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് നിക്ഷേപിച്ചിരിക്കുന്ന, അടുക്കള സമം അമ്മ. ഈ നമ്മുടെ സമൂഹത്തിലെ ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് അമ്മമാരും അടുക്കളയിൽ പോലും ജോലി ചെയ്യരുതെന്നുള്ള അർത്ഥത്തിലുമല്ല. അതായത് ഇത് അമ്മയുടെ ജോലിയാണ്. ഇതിന്റെ ഈ വീട്ടിലെ സകല തുണിയും അലക്കിയിരിക്കണം, സകല പാത്രവും കഴുകിയിരിക്കണം, ഇവിടുത്തെ എല്ലാ ജോലികളും അമ്മ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഇത് അമ്മയുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ ഒരു വികലമായ ഒരു കാഴ്ചപ്പാടാണ്. അമ്മ അത് ചെയ്യുന്നത് കൊണ്ട് മോശമാണെന്നോ അമ്മമാരെല്ലാം നാളെ അതിൽ നിന്ന് ഒഴിവാകണമെന്നല്ല, ഇത് അമ്മയുടെ ഉത്തരവാദിത്തമാണെന്ന് ആര് പറഞ്ഞു? നമ്മുടെ നാട്ടിൽ ഈ ജന്മി കുടിയാൻ വ്യവസ്ഥയൊക്കെ മാറി സാമൂഹ്യ മേഖലയിൽ നിന്ന്. എന്നാൽ അത് ഇന്നും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ നിലനിൽപ്പുണ്ട്. എന്താ ഈ ജന്മി കുടിയാൻ വ്യവസ്ഥയുടെ പ്രത്യേകത? ജന്മി പറയുന്നു, കുടിയാനോട് പറയുക, നീ എൻ്റെ ഭൂമിയിൽ വേണമെങ്കിൽ അവിടെ താമസിച്ചു, പട്ടയം നിനക്കില്ല, അങ്ങനെ മറ്റൊരു ഉത്തരവാദിത്വമൊന്നുമില്ല, ഞാൻ പറയുന്ന ജോലി ചെയ്തോളാം, നീ എനിക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം, ഞാൻ അനുഭവിക്കാം, ആസ്വദിക്കാം, നീ അധ്വാനിക്കണം. അപ്പൊ മറ്റൊരു ആസ്വദിക്കാൻ ഒരു കൂട്ടര്, അധ്വാനിക്കാൻ മറ്റൊരു കൂട്ടര്, ഈ തരത്തിൽ വരുന്ന ഒരു ജന്മി കുടിയാൻ വ്യവസ്ഥ. അപ്പൊ വൈഫ് എന്ന് പറയുന്നത് എന്നെ എൻ്റെ ഇന്നത്തെ പുതിയ തലമുറ പലപ്പോഴും പറയാറുണ്ട് വണ്ടർഫുൾ ഇൻസ്ട്രുമെന്റ് ഫോർ എൻജോയ്മെന്റ്. അല്ല, ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ വൈഫ് ഈസ് മൈ ലൈഫ്. അപ്പൊ എന്റെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടിയുള്ള ഒരു വാഷിംഗ് മെഷീൻ അല്ല, എന്റെ പാത്രങ്ങളെല്ലാം കഴിഞ്ഞ കുക്കിംഗ് മെഷീൻ അല്ല, എനിക്ക് സന്തോഷം അനുഭവിക്കാനുള്ള പ്ലഷർ പ്രൊഡ്യൂസിങ് മെഷീൻ അല്ല. വൈഫ് ഈസ് വൈഫ്, വൈഫ് ഈസ് മൈ ലൈഫ്. അതാണ് ദൈവിക പദ്ധതി. ഇത് മനസ്സിലാക്കാതെ ഒരു വീട്ടിലെ 5 പേർ അധ്വാനിക്കാതിരിക്കുന്നു, ബാക്കി 5 പേരുടെ കൂടി ആസ്വദിക്കുന്നു. ആര്? അമ്മ അധ്വാനിക്കുന്നു, ബാക്കി 4 പേര് കൂടി അത് ആസ്വദിക്കുകയാണ്. ഇതല്ല ക്രൈസ്തവീയതയല്ല, ക്രിസ്തീയതയല്ല. ചിലപ്പോൾ കുട്ടികൾ പറയാറുണ്ട് ഞാൻ അമ്മയെ സഹായിക്കുകയാണെന്ന്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മകനോ മകളോ ഉണ്ടെങ്കിൽ തിരിച്ചറിയ, മോളെ, നീ അമ്മയെ സഹായിക്കുകയല്ല, നീ സ്വയം വളരുകയാണ്. നീ കുടുംബത്തെയാണ് സഹായിക്കുന്നത്, അമ്മയെ സഹായിക്കുകയല്ല. അല്ലെ ഒരു ഭർത്താവ് പറയാം ഞാൻ ഭാര്യയെ സഹായിക്കാൻ, അപ്പൊ ഭാര്യയുടെ ഉത്തരവാദിത്വമാണ് ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തുക. ഭർത്താവിനെ സഹായിക്കുകയല്ല. എല്ലാവരും വർക്ക് ചെയ്യും. കുടുംബം എന്നൊരു ടീം വർക്കാണ്. ഈ ടീം വർക്കിൽ ഒരു ഗോൾ കീപ്പറെ പോലെ ഒരു ഫുട്ബോൾ കളിയിൽ ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഉണ്ട്. അമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, അപ്പനൊരു സ്ഥാനമുണ്ട്, മക്കൾക്കൊരു സ്ഥാനമുണ്ട്. ഇവിടെ ഗാലറിയിൽ ഇരിക്കുന്നവരാരുമില്ല, എല്ലാവരും ഇറങ്ങിക്കളിക്കുന്നവരാണ്. സ്നേഹിക്കാൻ പഠിക്കണം, ജോലി ചെയ്യാൻ പഠിക്കണം, ഗാലറിയിൽ ഇരിക്കണ്ട. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട് സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ പെൺകുട്ടികൾ ഒരു പരിധി വരെ ഇന്ന് ലിബറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ അവര് ഒരു 10ാം ക്ലാസ് പഠനം കഴിഞ്ഞു, +2 കഴിഞ്ഞ് മിക്കവാറും കുട്ടികളൊക്കെ പാസ്സാകുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള ഡിഗ്രി എങ്കിലും പാസ്സാകാനായിട്ട് ശ്രമിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലേക്ക് തിരിയുന്ന പെൺകുട്ടികളൊക്കെ ഇന്ന് ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ അതോടൊപ്പം തന്നെ കാണുന്ന സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട്. നമ്മളെ പല ആൺകുട്ടികളും ഇന്ന് ഒരു അൺലിബറേറ്റഡ് ആൺപിള്ളേരായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് പലപ്പോഴും ഒരു +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാത്തൊരു അവസ്ഥ വല്ലതും വരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന ഇവിടുന്ന് വലിയൊരു വൻ തുക എടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് ഡിഗ്രി പോലും പാസ്സാകാത്തൊരു കൊച്ചവിടെ ചെന്ന് കിടന്ന് അനുഭവിക്കുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ. അത് തന്നെയുമല്ല, ഒരു കൃത്യമായ ഒരു ജോലി നേടാത്ത ഒരുപാട് ആൺകുട്ടികൾ. അവർ പലപ്പോഴും എന്താ വിചാരിക്കുന്നത്, അത് അമ്മക്കളിക്കൂട്ടിൽ കഴിഞ്ഞുകൂടാനാണ് ഈ ആമ്പിള്ളാർ പലരും ആഗ്രഹിക്കുന്നത്. അമ്മക്കളിക്കൂടെന്ന് പറഞ്ഞാൽ അമ്മക്കൂട്ടനായിട്ട് ജീവിക്കുക, അമ്മച്ചിയുടെ അപ്പുകൂട്ടൻ. ഒരു കാര്യം അറിയത്തില്ല. 22 വയസ്സായാലും തുണി ഊരട അലക്കട എന്ന് അമ്മ പറയേണ്ടവരാണ്. തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നു, ഉടുപ്പിട്ട് കൊടുക്കുന്നു, ഇട്ട ഉടുപ്പ് ഊരി കൊടുക്കുന്നു. ഈ തരത്തിൽ അമ്മക്കൂട്ടനായിട്ട് വളരുകയാണ് അന്നമ്മ ചേച്ചിയുടെ അപ്പുകൂട്ടൻ. ഈ അപ്പുക്കുട്ടൻ 27 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചോദിക്കും, എവിടെയാ എന്റെ സോപ്പ്, എവിടെയാ എന്റെ ജീപ്പ്, എവിടെയാ എന്റെ കണ്ണാടി, എവിടെയാ എന്റെ ബ്ലേഡ്. അമ്മയെപ്പോലെ ഒരു ജീവിത പങ്കാളിയെ പ്രതീക്ഷിക്കും.
അതുകൊണ്ട് ഇന്ന് നമ്മുടെ മലയാളി സമൂഹത്തിൽ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു അമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ ആമ്പിള്ളാരെ വെറുതെ വിടുക, അവരെ ജീവിക്കാൻ അനുവദിക്കുക. നിങ്ങൾ അവരുടെ ജീവിതം എടുക്കരുത്. 22 വയസ്സായ ചെറുക്കന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കാനും കുളിപ്പിക്കാനും പോകുന്നത് അമ്മയുടെ ദൗത്യമല്ല. അങ്ങനെ ഒരു അമ്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെറുക്കനെ നശിപ്പിക്കുക, അവരുടെ ജീവിതം എടുക്കുക, അവരുടെ ജീവിതം അവർക്ക് വിട്ടുകൊടുക്കുക. അത് ആൺകൊച്ചായാലും പെൺകുട്ടിയായാലും. നിരാശ്രയത്വം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീയും വെള്ളവും തമ്മിൽ തിരിച്ചറിയാൻ തുടങ്ങി കഴിയുമ്പോൾ, പ്രായപൂർത്തിയായി കഴിയുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് സാധിക്കണം, ഇര തേടാനായിട്ട് സാധിക്കണം. അത് അമ്മയെ നോക്കിക്കൊണ്ടല്ല. അമ്മ ഒരു ദിവസം പനി പിടിച്ചു കിടന്നാൽ ഈ വീട് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥമാകുന്ന ജീവിതത്തിലേക്ക് ആ കുടുംബം വരാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പന്റെ ജോലി മാത്രമേ അപ്പൻ ചെയ്യാവൂ, അമ്മയുടെ ജോലി മാത്രമേ അമ്മ ചെയ്യാവൂ, മക്കളുടെ ജോലി മക്കളെ കൂടി ചെയ്യിക്കണം. ഒരു ടീം വർക്കാണ്. ഇതാണ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. ഇഫ് യു ലവ് മീ ഷോ മീ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിയോട് ചോദിച്ചു നോക്ക്, അല്ല ആൺകൊച്ചോട് ചോദിച്ചു, ഡു യു ലവ് യുവർ മദർ? നീ നിന്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനം ഇവരൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാര്യം മാത്രം തികച്ചും ഇൻഡിവിജ്വൽ ആയാൽ പോരാ, മറ്റുള്ളവർക്ക് കൂടി ജീവിക്കാൻ ഒരു സ്പേസ് കൊടുക്കണം. മറ്റാൾ കൂടി ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ അമ്മമാരിൽ ബഹുഭൂരിപക്ഷം പേര് 40 അല്ലെങ്കിൽ 50 വയസ്സായി അസുഖമായിട്ട് മാറുന്നത്? ഒരു തിരിയുടെ 2 വശവും കത്തിക്കുക. പ്രിയപ്പെട്ട സഹോദരൻ, അമ്മമാരെ സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രം ആരും വിചാരിച്ചേക്കരുത്. അതെ, ഒരു കുടുംബത്തിൽ അമ്മ എന്ന് പറയുന്നത് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അമ്മമാരോടാണല്ലോ കൂടുതൽ സ്നേഹവും താല്പര്യവും കാണിക്കുന്നത്. അമ്മയെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞ വെന്ത ചോറ. പക്ഷെ ഈ അമ്മ വെന്ത ചോറായിട്ടുണ്ടെങ്കിൽ ഈ അമ്മയെ, അതായത് അതിന്റെ പിന്നിൽ എരിഞ്ഞ ഒരു കനലുണ്ട്. ഈ എരിഞ്ഞ കനലാണ് അപ്പൻ. നമ്മൾ പലപ്പോഴും അപ്പന്മാരെ തണൽ വൃക്ഷം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കുടുംബത്തിന്റെ തണൽ വൃക്ഷം എന്ന് പറയും. ഈ തണൽ വൃക്ഷത്തിൽ ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്നവരാണ്? തണൽ വൃക്ഷത്തിനാണ് ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്നത്. ഒരു മകളുടെ കല്യാണം കഴിയുന്ന അവസരത്തിൽ അപ്പൻ അവിടെ നിന്നുകൊണ്ട് വേദനയോട് കണ്ണുനീരോടുകൂടി അഭിമാനത്തോട് നിൽക്കാറുണ്ട്. ഈ മകളുടെ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ കാണുന്നത്, അണിയുന്നത് മകളാണെങ്കിലും അഭിമാനം അപ്പനാണ്. അപ്പൊ അതായത് അമ്മ വെന്ത ചോറാണെങ്കിൽ അപ്പൻ എന്ന് പറയുന്നത് എരിഞ്ഞ കനലാണ്. അതുകൊണ്ട് കുടുംബത്തിൽ അമ്മയുടെ ജോലി മാത്രമേ അമ്മ ചെയ്യാവൂ, അപ്പന്റെ ജോലി അപ്പൻ ചെയ്യണം, മക്കളെ കൊണ്ട് ചെയ്യേണ്ട ജോലി ചെയ്യണം. പാർട്ടിസിപ്പേഷൻ, പങ്കെടുക്കണം. പങ്കെടുക്കാനും പഠിപ്പിക്കണം, പങ്കുവയ്ക്കാനും പഠിപ്പിക്കണം. നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, ഇന്നും പല നല്ല കുടുംബങ്ങളിലൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ 4 അല്ലെങ്കിൽ 5 ആ കുടുംബത്തിൽ എത്ര പേർക്കുണ്ടോ അത്രയുമായിട്ട് പങ്കുവയ്ക്കാൻ പഠിപ്പിക്കുക. പങ്കെടുക്കാൻ പഠിപ്പിക്കണം, അതോടൊപ്പം തന്നെ പങ്കുവയ്ക്കാൻ പഠിപ്പിക്കണം. ഇതാണ് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്. ഇനി പ്രിയപ്പെട്ട മാതാപിതാക്കളെ തിരിച്ചറിയുക, സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളാരും ആത്മഹത്യയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളാരും ആത്മഹത്യയില്ല. സ്നേഹിക്കാൻ പഠിപ്പിച്ചേ പറ്റൂ. നമ്മൾ ഇന്നലെ ജൂവിഷ് പേരന്റിങ്ങിനെ പറ്റി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് പേരന്റിങ് എന്ന് പറയുന്നത് ജൂവിഷ് പേരന്റിംഗ് ആണ്. അവരെന്താണെന്ന് അറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ ചെറുപ്പത്തിൽ തന്നെ അവർ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, പേരന്റിങ്ങിന്റെ നമ്പർ 1 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അതായത് അവര് ചെറുപ്പത്തിൽ തന്നെ തിരുത്താനുള്ളത് തിരുത്തി കൊടുക്കും. നത്തിങ് ഗെറ്റ്സ് അൺനോട്ടീസ്. ശ്രദ്ധിക്കാതെ പോകില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ കാണിക്കുന്ന നന്മകൾ കണ്ടു കഴിയുമ്പോൾ അതിനെ അഭിനന്ദിക്കും, തിരുത്തേണ്ടത് തിരുത്തും. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് പറ്റിയ ഒരു രോഗം എന്താണ്? ഇവിടെ തിരുത്താൻ ആളില്ല. തിരുത്തേണ്ടത് എന്താണെന്ന് അറിയില്ല. ഈ കൊച്ച് വരാന്തയിൽ കാലും കയറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ കാല് വാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചിന്റെ അമ്മയുടെ അപ്പം കയറി വരുന്നത്, അല്ലെ അങ്ങനെ ഗ്രാൻഡ് മദറും കയറി വരുമ്പോൾ അവിടെ ഒന്ന് എഴുന്നേറ്റിട്ട് അമ്മ എപ്പോഴാ വന്നെന്ന് ചോദിക്കാൻ മാത്രമുള്ള ഒരു വീട്ടുമര്യാദ, കൂട്ടുമര്യാദ, നാട്ടുമര്യാദ നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. എല്ലാ കുടുംബങ്ങളിലും അല്ല, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇല്ലെന്നുള്ളതല്ല. ഇതാണ് ഈ സംസ്കാരം പഠിപ്പിക്കുക. സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അതാണ് പഠിപ്പിക്കേണ്ടത്. അത് വീട്ടിൽ പെരുമാറേണ്ടത്, നാട്ടിൽ പെരുമാറേണ്ടത്, കൂട്ടുകാർ കൂടുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുകയാണ് ഈ സ്നേഹ സംസ്കാരം നമ്മുടെ കുടുംബങ്ങൾക്ക് ഇന്നാവും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വൈറസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അപ്പനില്ലാത്ത കുടുംബങ്ങളാണ് ഒത്തിരി. എന്ന് പറഞ്ഞാൽ അപ്പൻ മരിച്ചുപോയി എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പന്റെ പണി അപ്പൻ ചെയ്യുന്നില്ല. ഫാദർലെസ് ഫാമിലി. അപ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേതൃത്വമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു സമൂഹത്തിന്റെ നിലനിൽപ്പിനെ കാര്യമായി ബാധിക്കുന്ന ആ സമൂഹത്തിന്റെ നേതൃത്വമാണ്. ആ ലീഡർഷിപ്പ് ഡിഫൈൻ ദ ഫ്യൂച്ചർ. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹങ്ങളൊക്കെ പലപ്പോഴും നശിച്ചു പോകുന്നതിന് കാരണം ദിശാബോധമില്ലാത്ത നേതൃത്വമാണ്. അപ്പോൾ കുടുംബത്തിന്റെ ഹെഡ് ഓഫ് ദി ഫാമിലി അപ്പനാണെങ്കിൽ, ഹാർട്ട് ഓഫ് ദി ഫാമിലി അമ്മയാണെങ്കിൽ, അതായത് അപ്പനില്ലാത്ത കുടുംബമാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ പല കുടുംബങ്ങളിലും മക്കൾ നശിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് നേതൃത്വം നഷ്ടപ്പെട്ടു പോയി. ഒരു വീടിന്റെ മേൽക്കൂര നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അതിന്റെ മോന്തായം നഷ്ടപ്പെട്ട് ബാക്കി 73 കഴുക്കോലുകൾ ഊർന്നു പോകും.
അപ്പനും അമ്മയും ആ കുടുംബത്തിന്റെ മോന്തായമായി നിൽക്കേണ്ടത്. ഒരു പള്ളിയുടെ 2 പില്ലറുകൾക്കിടയിൽ ഒരു പാലമുണ്ട്. അമ്മയും അപ്പനെയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന പാലമാണ് ഈ തമ്പുരാൻ. അതുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യമുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. അതുകൊണ്ട് നേതൃത്വം വഹിക്കാൻ അപ്പൻ മുമ്പിലുണ്ടാകണം, മുമ്പിൽ നയിക്കണം. യഹൂദർ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, ഏത് കാര്യത്തിലും തെറ്റുതിരുത്തൽ അവർ കൊടുത്തില്ല. ഒന്നാമത്തേത്. രണ്ടാമതായിട്ട് അവർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണ് സെൽഫ് കൺട്രോൾ ആണ്. ഏത് ഭക്ഷണവും കൊടുക്കും, വസ്ത്രവും എല്ലാം കൊടുക്കും, പക്ഷെ സെൽഫ് കൺട്രോൾ. എന്താണ് ഈ സെൽഫ് കൺട്രോൾ? ആത്മനിയന്ത്രണമാണ് ആനന്ദത്തിനുള്ള വഴി. ആത്മനിയന്ത്രണം അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഭക്ഷണം വീട്ടിൽ മേടിച്ചവർ കൊടുക്കും, അല്ലാതെ മറ്റൊരാളുടെ വീട്ടിൽ ചെന്നിട്ടല്ല. തീറ്റ മത്സരത്തിനായിട്ട് പല കുഞ്ഞുങ്ങളും പരിശ്രമിക്കുന്നത്. മറ്റൊരു വീട്ടിൽ ചെന്നിട്ടല്ല, അത് സ്വന്തം വീട്ടിൽ നടക്കണം. നമ്മൾ പറയാറുള്ള പഴയ കാരണന്മാർ പറയാറുണ്ടല്ലോ, ഇറച്ചിയും മീനും ഭക്ഷണമാണ് പിള്ളേരൊക്കെ തിന്നു മുറ്റണം വീട്ടിൽ നിന്ന്, അല്ലാതെ മറ്റൊരു വീട്ടിൽ ചെന്നിട്ടല്ല ആക്രാന്തം കാണിക്കേണ്ടത്. അതാണ് ആത്മനിയന്ത്രണം പാലിക്കണം. ആത്മനിയന്ത്രണമാണ് ആനന്ദത്തിനുള്ള വഴി. യഹൂദർ ചെയ്യുന്ന, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിമിതി. മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ പെരുമാറേണ്ടത് എങ്ങനെയാണ്, ഒരു ഭക്ഷണമേശയിൽ പെരുമാറേണ്ടത് എങ്ങനെയാണ്, ആത്മനിയന്ത്രണം. മൂന്നാമതായിട്ട് അവർ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് അമ്മയും അപ്പനും ലീഡേഴ്സാണ്. അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലീഡേഴ്സ് അല്ല. അതായത് ഈ മക്കൾ കണ്ടു പഠിച്ച് സ്വതന്ത്രരായി തീരണം, നേതൃത്വം കൊടുക്കണം. അപ്പനും അമ്മയും ലീഡേഴ്സാണ്, രാഷ്ട്രീയ പാർട്ടിക്കാരല്ല ലീഡേഴ്സ്. കുടുംബത്തിൽ അമ്മയും അപ്പനും ലീഡേഴ്സാണ്. അതാണ് ലീഡർഷിപ്പ് മാനേജ്മെന്റ്. ലീഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ലീഡർ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യുന്നവൻ ആരോ അവനാണ് ലീഡർ. ക്രിസ്തീയ പാരമ്പര്യം അതാണ്. ഈശോ നമ്മൾ കാണുന്നുണ്ട്, ശുശ്രൂഷ എന്ന വാക്കാണ് എടുത്തു വെച്ചത്. അതായത് റൂളിങ് ഈശോ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു, സെർവിങ് ആക്കി മാറ്റി. അപ്പോൾ ആരാണ് നേതൃത്വം? സമം ശുശ്രൂഷയാണ്. നേതൃത്വം ആരാണ്? ലീഡർ ആരാണ്? അതായത് മറ്റുള്ളവരുടെ ശുശ്രൂഷകനായി തീർന്നത്. അതുകൊണ്ട് കുടുംബത്തിൽ അമ്മയും അപ്പനും ജോലി ചെയ്യുമ്പം കൂടെ നിർത്തി ജോലി ചെയ്യിക്കാൻ പഠിപ്പിക്കുന്നതാണ് കുടുംബ നേതൃത്വം. നാലാമതായിട്ട് അവർ കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ്, അവരൊരിക്കലും എനർജി ചാനലൈസിംഗ് എന്ന് പറയും. പിള്ളേരെ ഒറ്റ എണ്ണത്തിൽ വീട്ടിൽ ഇരുത്തിയരാം. പഠിക്കാനൊരു സമയമുണ്ട്, അല്ലാത്ത സമയത്തൊക്കെ എനർജി. ഈ കുട്ടികൾക്ക് ധാരാളം എനർജി ഉണ്ട്. അവർക്ക് ഓരോ ദിവസവും ചെയ്തു കൊടുക്കേണ്ട ജോലി അവർ ഡിസൈൻ ചെയ്തിരിക്കും. അവർ ആ പിള്ളേരെ കൊണ്ട് ജോലി ചെയ്യും. ജോലി ചെയ്ത് വന്നു കഴിഞ്ഞുണ്ടല്ലോ, അവർക്ക് സമ്മാനം കൊടുക്കും, പോക്കറ്റ് മണി കൊടുക്കും. വീട്ടിൽ ഒരെണ്ണത്തിനെ വെറുതെ ഇരുത്തില്ല, അവർ ചെയ്യുന്നതാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടുവരുന്നത് പോലെ തന്നെ അവർ ഈ എക്സ്റ്റേണൽ എക്സ്പ്രഷൻ ഇത് നമ്മുടെ കാണുന്നത്. നമ്മുടെ പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ക്രിസ്മസ് ഡേ എന്ന് പറഞ്ഞാൽ ഡിസംബർ 25-ാം തീയതിയാണ്. പക്ഷെ അതിനു മുമ്പ് ഇപ്പൊ പള്ളിയിൽ ആൾക്കാർ കുറവാണ്. അടുത്ത കാലത്ത് കൊച്ചുങ്ങളൊക്കെ പറഞ്ഞു പള്ളിയിൽ പോകാൻ കൊതിയാവുന്നു. എന്തിനാണെന്ന് വെച്ചാൽ പുതിയ ഡ്രസ്സുകൾ ഒത്തിരി മേടിച്ചു വെച്ചിട്ടുണ്ട്, അതൊന്നും ഇടാനായിട്ട് അവസരം കിട്ടുന്നില്ല പറഞ്ഞു. ക്രിസ്മസ് ഡേ ആയിട്ട് മാറിയ യഹൂദരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ആ ജൂയിഷ് പേരൻസ് ഒരിക്കലും എക്സ്റ്റേണൽ എക്സ്പ്രഷൻസ് കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കില്ല. അതിലല്ല, ആ കുഞ്ഞിന്റെ ഹാർഡ് ഡിസ്ക് ആണ്, മോണിറ്ററല്ല പ്രധാനപ്പെട്ടത്, ഹാർഡ് ഡിസ്കാണ്. അതുകൊണ്ട് കൊച്ചുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള വലിയ ആഭരണ വിഭൂഷിതയായി വസ്ത്രാഭരണങ്ങളൊക്കെ ധരിച്ച് ഒരു ദേവാലയത്തിൽ കൊണ്ടുപോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് അവർ ഒരിക്കലും പ്രാധാന്യം. കൊച്ചിന് കൊണ്ട് തെറ്റിദ്ധാരണ എന്താണ്? ഈ വസ്ത്രമെല്ലാം ധരിച്ചാൽ ഞാൻ മിടുക്കിയാകും, സ്മാർട്ടാകും. അല്ല, ബ്യൂട്ടി ഈസ് നോട്ട് ഇൻ അവർ ഫേസ്, ബ്യൂട്ടി ഈസ് ഇൻ അവർ ഹാർട്ട്. ബ്യൂട്ടി എന്ന് പറയുന്നത്, ബ്യൂട്ടി മീൻസ് ക്വാളിറ്റിയാണ്. ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ കഴിവാണ്, കാര്യപ്രാപ്തിയാണ്. ഇനിയും നമ്മുടെ കേരള സമൂഹം പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചുള്ള എക്സ്റ്റേണൽ എക്സ്പ്രഷനാണ് സൗന്ദര്യമായിട്ട് കരുതെങ്കിൽ, ഇന്ന് ലോകത്തിലെ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളായ പേരൻസ് കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കും, മക്കളെ നിങ്ങളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നർ ബ്യൂട്ടിയാണ്. ബ്യൂട്ടി ഈസ് നോട്ട് ഇൻ അവർ ഫേസ്, ബ്യൂട്ടി ഈസ് ഇൻ അവർ ഹാർട്ട്സ്. ആ ഒരു തിരിച്ചറിവാണ്. അതുപോലെ തന്നെയാണ് അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും, അതായത് കുട്ടികളുമായുള്ള ബന്ധത്തിൽ അവർ റിവാർഡ് കൊടുക്കുന്നു പറയും. റിവാർഡ് എന്ന് പറഞ്ഞാൽ അതായത് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും, ഒരു നിസ്സാരമായ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പ്രതിഫലം കൊടുക്കും. കാരണം കുഞ്ഞുങ്ങൾക്ക് തോന്നണം. അതുകൊണ്ടാണ് ഇവരുടെ ഈ മോഷണം തീരെ കുറവാണ്. അവർക്ക് ന്യായമായിട്ടുള്ള വൈസ് ഫ്രീഡം കൊടുക്കുക എന്ന് പറയും. ന്യായമായിട്ടുള്ള എന്താ ഈ സ്വാതന്ത്ര്യം? ഓപ്ഷൻ ഫോർ ഗുഡ്നസ്, നന്മ തെരഞ്ഞെടുക്കാൻ പഠിപ്പിക്കുക. നിയമാവർത്തന പുസ്തകം 30-20 പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിന്റെ മുമ്പിൽ ദൈവം നന്മയും ജീവനും വെച്ചിട്ടുണ്ട്, നീ എന്നേക്കും ജീവിക്കാനായിട്ട് ജീവൻ തെരഞ്ഞെടുക്കുക. അതുകൊണ്ടാണ് ഈ ജൂയിഷ് പേരന്റിങ് ലോകം ശ്രദ്ധിക്കുന്ന ഒരു പേരന്റിങ് ആണ്. നമ്മുടെ മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യമാണ്. എത്ര സമ്പന്ന വീട്ടിലെ കൊച്ചായാലും ആ കൊച്ചിനെ ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്യൂട്ടി നടത്തി പള്ളിയിലും പള്ളിക്കൂടത്തിലും ചന്തയിലും സമൂഹത്തിലും പ്രദർശിപ്പിക്കാനുള്ളതല്ല. മാതാപിതാക്കളുടെ കാശും പ്രൗഢിയും പ്രകടിപ്പിക്കാനുള്ള വസ്തുക്കളല്ല മക്കൾ. ആ കൊച്ചുങ്ങളിൽ കൊടുത്ത വികലമായ ഒരു ധാരണയാണ്. നമുക്ക് തിരുത്തേണ്ടതുണ്ട്. സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോൾ അതിന് അപ്പൻ നേതൃത്വം കൊടുക്കണം. ഫാദർലെസ് ഫാമിലി ആകരുത്.
അപ്പനില്ലാത്ത കുടുംബത്തിന്റെ പ്രത്യേകത എന്താണ്? അപ്പനില്ലാത്ത കുടുംബത്തിൽ അച്ചടക്കമില്ല. ശ്രദ്ധിച്ചു നോക്കിക്കോ, ഈ ശാസ്ത്രീയ സത്യമാണ്. നേതൃത്വമില്ലാത്തടത്ത് അച്ചടക്കമില്ല, അപ്പനില്ലാത്തടത്ത് അച്ചടക്കമില്ല. അച്ചടക്കമില്ലാത്തടത്ത് എന്ത് കൂടും? ആഘോഷം കൂടും. ആഘോഷം കൂടുന്നിടത്ത് സംഭവിക്കും അക്രമം കൂടും. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല, തെറ്റിദ്ധരുത്താനില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചി രാത്രി 10 മണിക്ക് കയറി വരുന്നു, ഒരു കുഴപ്പവും ഇല്ലാത്തൊരു അമ്മയും ഒപ്പനും. അല്ലെങ്കിൽ അതുപോലെ തന്നെ മാതാപിതാക്കളുടെ കടപ്പാടുകളില്ലാത്ത ചില ജീവിത ശൈലികൾ, ചോദിക്കാൻ ആരില്ല, തിരുത്താൻ അറിയത്തില്ലാത്ത അവസ്ഥ. കാരണം കുഞ്ഞുങ്ങളെ ഇന്ന് അമോറസ് ലെറ്റീസിയയില് ഫ്രാൻസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, നടപ്പിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. 268 നമ്പർ. നടപ്പിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. തിരുത്തണം. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രദർശനം വയ്ക്കാനുള്ളവരല്ല. കത്തോലിക്ക സഭയുടെ നിലപാടാണ്. മക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മക്കൾക്ക് ചുറ്റും പ്രദർശനം വയ്ക്കാനുള്ളവരല്ല. തെറ്റ് ചെയ്യുന്ന കൊച്ച് തിരുത്തപ്പെടണം. സഭ ഔദ്യോഗികമായിട്ട് പറയുകയാണ്, മാതാപിതാക്കൾ പറയുകയാണ്, തെറ്റ് ചെയ്യപ്പെടുന്ന കുട്ടി തിരുത്തപ്പെടണം. പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും കാലത്തെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മുടെ മക്കൾ, കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്നവരെ, സോറി എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. മമ്മി അല്ലെ പപ്പ, ഞാൻ ചെയ്ത് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് എത്ര പ്രാവശ്യമുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കേൾക്കാത്ത ഒരുപാട് മാതാപിതാക്കൾ ഉണ്ടാവും. കാരണം തെറ്റ് തിരുത്തിയിട്ടില്ല, തിരുത്തി കൊടുക്കാൻ ആളില്ല, തിരുത്തേണ്ടത് എന്താണെന്ന് തിരിച്ചറിയില്ല. അതാണ് ഈ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അതിപ്പോ ഒന്ന്, നമ്മുടെ കുടുംബത്തിൽ രൂപപ്പെടേണ്ട സ്മാർട്ട് ഫാമിലി ആകണമെങ്കിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. രണ്ടാമത്തെ കുടുംബ സംസ്കാരത്തിൽ രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രാർത്ഥനാ സംസ്കാരമാണ്. നമ്മൾ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കുകയാണ്. ഒരു പ്രയർ മാനേജ്മെന്റ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയർ ഈസ് പവർ ആൻഡ് പവർ ഈസ് പ്രയർ. പ്രാർത്ഥന ശക്തിയാണ്, ശക്തി പ്രാർത്ഥനയാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. കുടുംബജീവിതത്തെ കൂട്ടിവെക്കുന്ന കുർബാനയാണ്, കുടുംബജീവിതത്തെ ചേർത്ത് വെക്കുന്ന കുർബാനയാണ്. ഒരു കുർബാനയിൽ വെച്ചാണ് ഭാര്യയും ഭർത്താവിനെ ദൈവം അഭിഷേകം ചെയ്യുന്നത്. അതിനുശേഷം ആ വിശുദ്ധ കുർബാന നൽകിക്കൊണ്ട് പറയാണ്, ഇതെന്റെ ശരീരം, എടുക്കുക, ഭക്ഷിക്കുക. അതുകൊണ്ട് ജീവിത പങ്കാളികള് ഭാര്യഭർത്താക്കന്മാരായി കഴിഞ്ഞ ശേഷം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, മറ്റൊന്നുമല്ല, ടേക്ക് ഇറ്റ് ആൻഡ് ഈറ്റ് ഇറ്റ്. ഇത് നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ട എന്റെ ശരീരമാണ്, ഇത് നിനക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തമാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയാണ് ഒരു കുടുംബജീവിതത്തെ കൂട്ടിനിർത്തുന്നുള്ള പരമസത്യം. അതാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക്, കുടുംബത്തിലെ കുർബാനയാണ് കുടുംബ പ്രാർത്ഥന. സന്ധ്യാസമയത്ത്, അതായത് നമ്മൾ ഏത് സമയം എത്ര വ്യത്യാസമായിക്കൊള്ളട്ടെ, അവിടെ ആരൊക്കെ വന്നായിരിക്കട്ടെ, ഏതൊക്കെ VIP വന്നാലേ, കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് കുടുംബത്തിലെ സന്ധ്യാബലിയാണ്, കുടുംബത്തിലെ കുർബാനയാണ്. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുടുംബത്തിൽ ഏത് വിശിഷ്ട വ്യക്തി വന്നാലോ 6 മണിക്കെങ്കിൽ 6 മണിക്ക്, 7 മണിക്കെങ്കിൽ 7 മണിക്ക് ഇവിടെ ഒരു കുർബാനയുണ്ട്, ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് വിവാഹത്തിന്റെ തലേദിവസമാകട്ടെ, ഏതെല്ലാം ആഘോഷങ്ങൾ നടന്നാട്ടെ, ഈ പ്രാർത്ഥനയുടെ ചൈതന്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നു. കുടുംബത്തിൽ ഒരു പ്രാർത്ഥനാ സംസ്കാരം നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൊച്ചുകുട്ടികളുടെയൊക്കെ ജന്മദിനങ്ങള്, മാതാപിതാക്കളുടെ വിവാഹ വാർഷികങ്ങള്, അപ്പനമ്മമാര് മരിച്ചുപോയ ദിനങ്ങള്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനാ സംസ്കാരം. ഏത് കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലും പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരു പ്രാർത്ഥനാ സംസ്കാരമാണ് നമ്മുടെ കുടുംബത്തിൽ രൂപപ്പെടുത്തേണ്ടത്. മൂന്നാമതായിട്ട് നമ്മുടെ കുടുംബത്തിൽ വേണ്ടത് മറ്റൊരു കുടുംബ സംസ്കാരം എന്ന് പറയുന്നത്, അത് ഈ കാലഘട്ടത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്, ഹരിത സുവിശേഷം അല്ലെങ്കിൽ വൃത്തിയുടെ സുവിശേഷം, എക്കോ ഫ്രണ്ട്ലി ഗോസ്പൽ. ഹരിത സുവിശേഷം ക്രിസ്തീയ കാഴ്ചപ്പാട് എന്താണ്? ക്ലെൻലിനെസ് ഈസ് ഈക്വൽ ടു ക്ലോസ് ടു ഗോഡ്ലിനെസ്. വൃത്തി എന്ന് പറയുന്നത് വിശുദ്ധിയുടെ അടയാളമാണ്. ഈ പ്രകൃതിയിലെ ഒന്നിനെ ഉപദ്രവിക്കാൻ പാടില്ല. ഒരു ചെടി മുറിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ചെടി നടാമെന്നുള്ള ഒരു ക്രൈസ്തവ ഏറ്റവും വലിയ ഇക്കോ സ്പിരിച്വാലിറ്റി ഉള്ള ഒരു ലോകത്തിന് സംഭാവന ചെയ്താണ് ക്രൈസ്തവ സന്യാസം. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അതായത് നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കാവുന്ന വലിയൊരു മൂല്യമാണ്, ജീവിതത്തിന്റെ നിയമമാക്കി അവരെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ടതാണ് വൃത്തിയായി നടക്കുക എന്നുള്ളത്. അപ്പൊ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന്, പലരുടെയും ജീവിതത്തിൽ എത്രയോ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക്, വിവാഹമോചനത്തിലേക്ക് അവരെ വഴിതെളിച്ചിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കുടുംബത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് പെണ്ണ് പെണ്ണായാൽ അടിചൂല് പൊന്നാകും, പെണ്ണ് പെണ്ണായാൽ അടിചൂല് പൊന്നാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം പോലെ കാത്തു സൂക്ഷിക്കും ചൂല്, വീട് എപ്പോഴും അടിച്ച് വൃത്തിയാക്കിയിരിക്കും. അതൊരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ വീടിന്റെ 2 സ്ഥലങ്ങൾ സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ ആ വീടിന്റെ ഒരു ഹൈജീൻ ഇൻഡെക്സ് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് മറ്റൊന്നുമല്ല, ഒന്ന് ടോയ്ലറ്റ് ആണ്, മറ്റൊന്ന് അതുപോലെ അടുക്കളയാണ്.
ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളാണ്. ഒരു വീടിന്റെ വൃത്തി, അമ്മയാണ് വീടിന്റെ വിളക്ക്, അമ്മയാണ് വീടിന്റെ വെളിച്ചം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. നമ്മുടെ വിശ്വാസം വീട്ടിലെത്തണം. വിശ്വാസ ജീവിതമാണ്. എങ്ങനെയാ വിശ്വാസം ഉണ്ടാകുന്നത്? സുവിശേഷ പ്രസംഗം വഴിയാണ് വിശ്വാസം ലഭിക്കുന്നത്. വിശ്വാസം വഴി കൃപയാലാണ് കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് ലെറ്റ് us go and serve the Lord, ഇനി ഒരു ബലിയർപ്പിക്കാൻ കൂടി വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അഗ്നി സ്വീകരിച്ച നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധിയുടെ വിളതലങ്ങളായി മാറണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തകനാണ്. ഈ പ്ലാസ്റ്റിക്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് പോളിമർ റെസിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇന്ന് സയൻസ് ഏകദേശം 67ഓളം മാരക വിഷങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 37ഓളം വിഷാംശം കലരുന്നതാണ് ഈ പ്ലാസ്റ്റിക്കിൽ. അതിൽ ബിസ്മിനോൾ എ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. ബിസ്മിനോൾ എ അമേരിക്കയിൽ 2012 നിരോധിച്ചതാണ്. അവർ കുറച്ചുകൂടി ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരായതുകൊണ്ട് ഈ ബിസ്മിനോൾ എ എന്ന് പറയുന്ന ഒരു കെമിക്കല് അത് അവർ വർഷങ്ങൾ 2012 തന്നെ നിരോധിച്ചതാണ്. ഈ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിൽ അത് ധാരാളമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചൂടുവെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ, പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, നിങ്ങളെങ്കിലും ഈ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് പാത്രം എടുത്ത് നോക്കിക്കോ. അതിന്റെ അടിയിൽ 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ 7 നമ്പറുകൾ കാണാം. അതിൽ 1ാമത്തെ നമ്പറാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്. 3ാമത്തെ നമ്പർ തൊട്ടുള്ള സാധനം വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ കയറ്റുക പോലും ചെയ്യുന്നു. ഈ 1ാമത്തെ പ്ലാസ്റ്റിക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമേ പ്ലാസ്റ്റിക് ബോട്ടിലായിട്ട് പോലും വയ്ക്കുന്നു. ചൂടുവെള്ളം ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ചൂടുവെള്ളം പ്ലാസ്റ്റിക്കിനകത്ത് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് ബിസ്മിനോൾ എ എന്ന് പറയുന്ന കെമിക്കൽ ഈ വെള്ളത്തിലേക്ക് കല്ലും പാലിലേക്ക് കല്ലും. അങ്ങനെ കലർന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെ ഇത് ബാധിക്കും, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ അത് ബാധിക്കും, ഒവേറിയൻ ഗ്ലാൻഡിനെ അത് ബാധിക്കും, ബ്രസ്റ്റ് ഗ്ലാൻഡിനെ ഇത് ബാധിക്കുന്നു. അതുകൊണ്ടാണ് ഭൂമിയുടെ അന്തകനാണ് പ്ലാസ്റ്റിക്. അതുകൊണ്ട് ഈ ധ്യാനത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു അമ്മയെ മനസ്സിലാക്കുക, ധ്യാനത്തിൽ ചെയ്യാവുന്ന പ്രായോഗിക ഈ 25 നോയമ്പിന്റെ ഇടയിലെങ്കിലും ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ വീട്ടിൽ നിന്ന് മാറ്റുക, പ്ലാസ്റ്റിക് പൂവുകൾ വീട്ടിൽ നിന്ന് മാറ്റുക, അച്ചാറുകൾ ഇട്ടുന്ന പ്ലാസ്റ്റിക് ഭരണികൾ മാറ്റി ഭരണികളിലേക്ക് മാറ്റുക. അതുകൊണ്ട് ഇരുമ്പ് പോലുള്ള കാസ്റ്റന്റെ ഉപയോഗത്തിലേക്ക് വരിക. ഇന്ന് നമ്മുടെ ഒങ്കോളജിസ്റ്റ് ഒക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് വീടുകളിൽ കഴിയുന്ന ഒരു കാലത്തെ ഒരു ഭംഗിയായിരുന്നു പ്ലാസ്റ്റിക് പൂവുകൾ വീട്ടിനകത്തോടിയെല്ലാം മേടിച്ചെടുക്കുക. അത് ബിസ്മിനോൾ എന്ന് പറയുന്ന കെമിക്കലിന്റെ ഒരു റേഡിയേഷൻ ആ കുടുംബത്തിൽ നടക്കും. അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ ബാധിക്കും, മുതിർന്നവരെ ബാധിക്കും. അതുകൊണ്ട് കുടുംബത്തിൽ ഒരു ധ്യാനത്തിൽ ഇങ്ങനെ കേൾക്കാത്തൊരു കാര്യമായിരിക്കും പ്ലാസ്റ്റിക്കിന്റെ ദുരുപയോഗത്തെ പറ്റി ധ്യാനത്തിൽ പറയുക. ധ്യാനം എന്ന് പറയുന്നത് ഓർമ്മപ്പെടുത്തലാണ്, ഓർമ്മയുണ്ടാക്കലാണ്, തിരിഞ്ഞു നോക്കുകയാണ്, തിരിച്ചറിയുകയാണ്, തിരുത്തുകയാണ്. ധ്യാനത്തിൽ തിരിഞ്ഞു നോക്കണം, തിരിച്ചറിയണം, തിരുത്താനുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട് തിരിച്ചു പോകണം. അതാണ് ധ്യാനം. അതുകൊണ്ട് വിശ്വാസം നമ്മുടെ വീട്ടിലെത്തണം. വിശ്വാസ ജീവിതം, വിശ്വാസ വെളിച്ചം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് തിരുത്തേണ്ടതുണ്ട്. അതാണ് ഒരു ഹരിത സംസ്കാരം, വൃത്തിയുടെ സംസ്കാരം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. 4ാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ രൂപപ്പെടേണ്ടത് ഒരു ഭക്ഷണ സംസ്കാരമാണ്. നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം, ഒരുമിച്ച് ഭക്ഷിക്കുന്ന കുടുംബം നിലനിൽക്കും. എ ഫാമിലി ദാറ്റ് ഈറ്റ്സ് ടുഗദർ, എ ഫാമിലി ദാറ്റ് പ്രേ ടുഗദർ, സ്റ്റേ ടുഗദർ. പ്രാർത്ഥിക്കുന്ന കുടുംബം, അതുപോലെ തന്നെ ഒരുമിച്ച് ഭക്ഷിക്കുന്ന കുടുംബം നിലനിൽക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ നമുക്കറിയാൻ സാധിക്കും, പല വിധത്തിലുള്ള തിരക്കുകളൊക്കെ ഉള്ളതാണ്. ഒരു നേരമെങ്കിലും അപ്പനും മക്കളുടെ കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്ന ആ ഭക്ഷണ മേശയുണ്ടല്ലോ, അത് സ്നേഹത്തിന്റെ മേശയാണ്, സൗഹൃദത്തിന്റെ മേശയാണ്. അപ്പനും അമ്മയും മക്കളുടെ കൂടി ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് തമാശ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ മേശ എന്ന് പറയുന്നത് സൗഹൃദത്തിന്റെ മേശയാണ്. നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിൽ കാണുന്ന നല്ലൊരു കാര്യമുണ്ട്. വൈകുന്നേരമായി കഴിയുമ്പോൾ കുരിശുവരെയെല്ലാം കഴിഞ്ഞ് പരസ്പരം, അതായത് സ്തുതി ചൊല്ലി ഇരുകവളിൽ ഉമ്മ കൊടുത്ത് അതിനുശേഷം അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അന്നത്തെ പ്രശ്നങ്ങൾ അവിടെ തീരുകയാണ്. ഒരു ഭക്ഷണമേശയിൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, സങ്കടങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ. ഇന്ന് പലപ്പോഴും കുടുംബത്തിൽ ഭക്ഷണമേശ TV സ്റ്റാൻഡായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്ന അനുഭവത്തിലേക്ക് മാറുകയാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളെങ്കിലും വീടുകളിൽ അത് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, ഭക്ഷണ സമയത്ത് ഈ 25 നോയമ്പിനിടയിൽ ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, ഇറച്ചിയും മീനും ഒക്കെ വേണ്ട എന്ന് വെക്കുന്ന നല്ല കാര്യം. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ്.
ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്നത്തെ നമ്മുടെ നോമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പായിട്ട് എടുക്കാൻ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ആണ്. അമ്മമാരെ ഒരു കാരണവശാലും അനുവദിക്കരുത്. നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് പിള്ളേർ പോയി ടിവിയുടെ മുമ്പിൽ പോയിരുന്നുകൊണ്ടല്ല ഭക്ഷണം കഴിക്കേണ്ടത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫേസ്ബുക്ക് നോക്കാനുള്ള സമയമല്ല, വാട്സപ്പ് നോക്കാനുള്ള സമയമല്ല, ഫോട്ടോ കാണാനുള്ള സമയമല്ല. അപ്പനും അമ്മയും മക്കളെ കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ കൂട്ടായ്മ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ചില ശ്രദ്ധകൾ നമ്മൾ കൊടുത്തേ മതിയാവും. അതുകൊണ്ടാണ് പറഞ്ഞ ഒരു ഭക്ഷണ സംസ്കാരം. ആയുർവേദത്തിൽ പറയുന്ന ഭാരതീയ സംസ്കാരം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഭക്ഷണം മരുന്നായി കഴിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മരുന്ന് ഭക്ഷണമായി കഴിക്കേണ്ടി വരും. ഭക്ഷണം മരുന്നായി കഴിച്ചില്ലെങ്കിൽ, അതായത് ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ശ്രദ്ധിക്കണം എന്നുള്ളത്. റൈറ്റ് ടു ഹെൽത്ത് ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെതാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഒരു കാലത്ത് ചോദിക്കുമായിരുന്നു. ഈ ദൈവം തന്ന ജീവിതമാണ്, ഒറ്റ ജീവിതമേ ഉള്ളൂ. സന്തോഷത്തോടെ ജീവിക്കണം, ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കണം, ക്വാളിറ്റിയുള്ള നല്ല വസ്ത്രം ധരിക്കണം. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവകാശമാണ്. അത് മറ്റാരുടെ അവകാശത്തെ കവർന്നെടുത്തുകൊണ്ടാകരുത് മാത്രമേ ഉള്ളൂ. ക്രൈസ്തവ ജീവിതം സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് യുവർ ലൈഫ്. ക്രിസ്ത്യ ജീവിതം തന്നെ കരഞ്ഞു നിറളിച്ചിറക്കാനുള്ള ജീവിതമല്ല. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകപ്പെട്ട കാര്യങ്ങളെ അനുവദനീയമായ രീതിയിൽ ദൈവം നൽകിയതിന് ദൈവം ആസ്വദിച്ചതിനെ അശുദ്ധം നമുക്ക് പറയാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഒരു ഭക്ഷണ സംസ്കാരം നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം വീട്ടിൽ തന്നെ കഴിച്ച് വളരുന്ന ഒരു നല്ല സംസ്കാരം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി 1988 ഒരു സ്റ്റഡീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഏതാനും ചില ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ക്യാൻസറിന്റെ പ്രിവെൻഷൻ ആരംഭിക്കുന്നത് അടുക്കളയിലാണ്. ഒരു പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, നിങ്ങൾക്ക് വലിയൊരു റോളുണ്ട്. ക്യാൻസർ പ്രിവെൻഷൻ ആരംഭിക്കുന്നത് അടുക്കളയിലാണ്. ഈ യൂണിവേഴ്സിറ്റി മുന്നറിയിപ്പ് നൽകുക, ലോകപ്രസിദ്ധ യൂണിവേഴ്സിറ്റി ആണല്ലോ, അവരുടെ സ്റ്റഡീസ് ഒക്കെ സയന്റിഫിക് ആണ്. അപ്പൊ അത് 5 തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നത്ര വീടുകളിലെ ഉപയോഗത്തിൽ കുറയ്ക്കുക. 1, സോൾട്ടഡ് ഫുഡ്, ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ, ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. 2, ഷുഗറിന്റെ ഉപയോഗം. 5 വെള്ള ഭക്ഷണങ്ങൾ എന്നാണ് പറയുന്നത്, 5 വൈറ്റ് ഫുഡ്സ്. 2, ഷുഗറിന്റെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. 3-മത്തത് കേൾക്കുമ്പോൾ നമുക്ക് അല്പം അസ്വസ്ഥത തോന്നാൻ സാധ്യതയുണ്ട്. അത് 3-മത്തെ മറ്റൊന്നുമല്ല, പാലാണ്. ഈ യൂണിവേഴ്സിറ്റി സയന്റിഫിക്കായി തെളിയിക്കുകയാണ്. പലപ്പോഴും ഈ പാലിലുള്ള ഗാലക്ടോസ്ഫ്ലിക്റ്റ്, ഈ ഒരു ഹോർമോൺ കൊച്ചു കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ഈ ഹോർമോൺ ആവശ്യമാണ്, നല്ലതുമാണ്. മുതിർന്നവരെ സംബന്ധിക്കണം പാലെന്ന് പറയുന്നത് അത്യാവശ്യം. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അതായത് പാല് കുടിച്ചാൽ മാത്രമേ നമുക്ക് കാൽസ്യം ലഭിക്കുന്നുള്ളൂ. മറ്റനേകം ഭക്ഷണ സാധനങ്ങളിൽ കാൽസ്യം ഉണ്ട്. അതുകൊണ്ട് പാല് കുടിക്കരുതെന്ന് പാൽ അപകടകാരിയാണെന്നുള്ളതിന് അർത്ഥത്തിനേക്കാൾ ഉപരിയായിട്ട്, പ്രത്യേകിച്ച് ഇന്ന് ശാസ്ത്രലോകം തെളിയിച്ചിരിക്കുന്ന കാര്യമുണ്ട്, ഈ പാലിന്റെ ഉപയോഗം അതായത് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറച്ചുകൂടെ അതിന്റെ വളർച്ചയെ, ഗ്രോത്തിനെ, ക്യാൻസർ സെൽസിന്റെ ഗ്രോത്തിനെ കൂടുതൽ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് മുതിർന്ന സ്ത്രീകൾ കഴിയുന്നത്ര അതായത് പാലിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ഇന്ന് ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി മുന്നറിയിപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് റവ എന്ന് പറയുന്നത്. അപകടകാരി, പക്ഷെ ഒരു ദിവസം കഴിച്ചതുകൊണ്ടോ ഒരു നേരം കഴിച്ചതുകൊണ്ടോ ആൾക്കാരെല്ലാം ക്യാൻസർ പിടിച്ച് മരിക്കുന്നൊന്നുമില്ല. റവയുടെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. 5-മതായിട്ട്, അതായത് നമ്മൾക്കറിയാം തവിട് ചേരാത്ത അരിയുടെ ഉപയോഗം, വൈറ്റ് റൈസ് ഭക്ഷണത്തിൽ കഴിയുന്നതും ഉൾപ്പെടുത്താതിരിക്കുക. അപ്പൊ 5 വൈറ്റ് ഫുഡാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ശാസ്ത്രം നമുക്ക്, സയൻസ് ക്യാൻ പ്രൊട്ടക്ട് അവർ ലൈഫ്, ഫെയ്ത്ത് ഗീവ് മീനിങ് ടു അവർ ലൈഫ്. അതുകൊണ്ടാണ് ശാസ്ത്രബോധവും ദൈവവിശ്വാസവും ഒരുമിച്ച് ചേരുന്നിടത്താണ് ദൈവം നമ്മുടെ ബുദ്ധിയെ പ്രകാശിക്കുമ്പോൾ. റീസൺ ഇൻഫോംഡ് ബൈ ഫെയ്ത്ത്. വിശ്വാസം നമ്മുടെ യുക്തിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സയൻസ് പറയുന്ന നല്ല കാര്യങ്ങൾ സ്വീകരിക്കണം. ജീവൻ ഉണ്ടാകാനും സമർത്ഥമായിട്ടുണ്ടാകാനുമായിട്ടുള്ളതാണ്. നമുക്കത് ഇന്ന് കൊച്ചു കേരളം, ഈ കൊച്ചു കേരളത്തിൽ 100 പേര് മരിക്കുമ്പോൾ അതിൽ ഏകദേശം 24 പേര് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് മരിക്കുന്നത്, 11 പേര് സ്ട്രോക്ക് കൊണ്ടാണ് മരിക്കുന്നത്. കേരളത്തിൽ 100 പേരിൽ 9 പേര് മരിക്കുന്നത് ക്യാൻസറാണ്. ശ്വാസം മുട്ടലിന്റെ അസുഖം 7% ആൾക്കാരാണ് മരിക്കുന്നത്. 100-ൽ 5 പേര് മരിക്കുന്നത് സൂസൈഡ് ചെയ്തിട്ടാണ്. പകർച്ചവ്യാധികൾ പോലെ 4% മരിക്കുന്നു. ആസ്മ രോഗങ്ങൾ മൂലം 4% മരിക്കുന്നു. ബാക്കിയുള്ള 8% ആൾക്കാരാണ് ഈ നമ്മൾ സാധാരണ രീതി പറയാറുണ്ടല്ലോ, അന്ത്യഭൂതാശകളല്ല സുബോധത്തോടെ സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞ് മരിക്കുന്നവര് ഒരു 100-ൽ 8 പേരേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒരു ക്യാൻസർ ഹബ്ബായിട്ട് കേരളം മാറുന്നെങ്കിൽ ഒരു ഭക്ഷണ സുവിശേഷം നമ്മൾ ഇന്ന് പ്രസംഗിച്ചേ മതിയാവൂ. ഒരു ഭക്ഷണ സംസ്കാരം നമ്മൾ രൂപപ്പെടുത്തിയുള്ളൂ. അതായത് ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങൾ, ജൈവ ഭക്ഷണങ്ങൾ നമ്മുടെ അവകാശമാണെന്നും അങ്ങനെ ഒരു ഭക്ഷണ സംസ്കാരത്തിൽ സഭയും സഭാസമൂഹവും തിരിയേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത് നല്ല ഭക്ഷണം മനുഷ്യന്റെ അവകാശമാണ്. അതോടൊപ്പം തന്നെ 5-മത്തെ സംസ്കാരം എന്ന് പറയുന്നത് വസ്ത്ര സംസ്കാരമാണ്. വസ്ത്ര സംസ്കാരം 96-ാം സങ്കീർത്തനം 9-ാം വചനം, 29-ാം സങ്കീർത്തനം 3-ാം വചനം. അതായത് സങ്കീർത്തനങ്ങളിൽ 2 സ്ഥലത്ത്, 96-ാം സങ്കീർത്തനം 9-ാം വചനം, 29-ാം സങ്കീർത്തനം 3-ാമത്തെ വചനത്തിൽ, അതായത്
ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. നിർമ്മല വസ്ത്ര വിഭൂഷിതരായി ആരാധിച്ചു വണങ്ങിടുവിൻ. നമ്മുടെ സീറോ മലബാർ കുർബാനയിലെ 2 കാലഘട്ടത്തിൽ, ഒന്ന് ജനകാലത്തിലെ 7 ആഴ്ച, 7 ആഴ്ചയും അതുപോലെ തന്നെ ഏലിയാ ശ്രീവ മൂശക്കാലത്തെ 7 ആഴ്ച, 7-8 ആഴ്ച വരുന്നത്. ഏകദേശം ഒരു 15 ആഴ്ചയിൽ ദൈവജനം പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ് എന്താണ്? തൃക്കാഴ്ചകളോട് അവിടുത്തെ തിരുമുറ്റത്ത് പ്രവേശിപ്പിൻ, നിർമ്മല വസ്ത്ര വിഭൂഷിതരായി ആരാധിച്ചു വണങ്ങി. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നിർമ്മല വസ്ത്രം ധരിച്ചു വേണം വിശുദ്ധ ദൈവാലയത്തിൽ കടന്നു വരണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് വിശുദ്ധിയും വിജ്ഞാനമുള്ള മാതാപിതാക്കളെ ശ്രദ്ധിക്കും. ഏതൊരു സ്ഥലത്തിനും ഒരു ഡ്രസ് കോഡ് ഉണ്ട്, ഒരു ഹോളിനെസ് കോഡ് എന്ന് പറയും. പള്ളിയിൽ പെരുമാറേണ്ട രീതിയുണ്ട്, പള്ളിക്കൂടത്തിൽ പെരുമാറേണ്ട രീതിയുണ്ട്, ഏത് സ്ഥലത്ത് നോക്കിക്കും. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അത് പള്ളി എന്ന് പറയുന്ന വിശുദ്ധ സ്ഥലമാണ്. ഈ വിശ്വാസവും വിശുദ്ധിയും ഉള്ളവർക്കാണ് അതിന്റെ ഈ ഹോളിനെസ് കോഡ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പള്ളിയിലേക്ക് കേൾക്കണമെന്ന് ദൈവം പറഞ്ഞത്, ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നിർമ്മല വസ്ത്ര വിഭൂഷ എന്ന് പറഞ്ഞാൽ നിർമ്മല വസ്ത്രം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആരും ഒരു പ്രത്യേക കളറുള്ളതോ പ്രത്യേക നിറമുള്ളതോ എന്നുള്ള അർത്ഥത്തിലേക്കല്ല മനസ്സിലാക്കേണ്ടത്. ഓരോ സ്ഥലത്തിനും അതിന്റെ പാവനത്വം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഫാഷൻ നല്ലതാ, പക്ഷെ ഇത് ആഭാസമാകരുത്. കാഷ്വലും ഉണ്ട്, ഫോർമലും ഉണ്ട്. കാഷ്വൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ധരിക്കുന്നതാ, ഫോർമൽ എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക സ്ഥലം ധരിക്കുന്ന. അപ്പൊ പള്ളി ഏത് പള്ളിക്കൂടം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം. അത് പള്ളിയിൽ വന്നു കഴിയുമ്പോൾ എന്നെ നോക്കിക്കൊണ്ടല്ല ആൾക്കാർ ഇരിക്കേണ്ടത്. മറ്റുള്ളവർക്ക് സ്കാൻഡൽ കൊടുക്കുക എന്ന് പറയും. ഈ ചെറിയവരിൽ ഒരാൾക്ക് സ്കാൻഡൽ കൊടുക്കുന്നത് നല്ലത്, ഉതപ്പ് കൊടുക്കുന്നത് നല്ലത്, കയറ് കെട്ടി അല്ലെങ്കിൽ കല്ല് കെട്ടി കടലിൽ താടുവാന്ന് ഈശോ പറഞ്ഞു. ഏറ്റവും വലിയ സ്കാൻഡലായിട്ട് ഈശോ പറയുന്നത് മറ്റുള്ളവരെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ ഓരോ വ്യക്തിയും പറയും, എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്ന് ചോദിച്ചാൽ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ എല്ലാ സ്ഥലത്തും ധരിക്കാൻ പറ്റില്ല. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വിശുദ്ധ സ്ഥലത്തെ അശുദ്ധമാക്കരുത്. വിശുദ്ധത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അത് ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും അമ്മമാരായാലും അപ്പന്മാരായാലും ഓരോ സ്ഥലത്തിനും അതിന്റെ വിശുദ്ധിയുണ്ട്. ആ വിശുദ്ധി അതുകൊണ്ടാണ് പറയുന്നത്. അല്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഒക്കെ മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് ക്വാളിറ്റി ഡിസൈഡ്, അതായത് ഒരു ക്വാളിറ്റി ഡിസൈഡിങ് ഫാക്ടറാണ് നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് യുവർ പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു അളവുകോല് കൂടിയാണ്. അതുകൊണ്ട് പള്ളി ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ, പള്ളിക്കൂടം ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ, പ്രത്യേകിച്ച് വിശുദ്ധ കൂദാശകളൊക്കെ സ്വീകരിക്കുന്ന വിവാഹ അവസരത്തിൽ ഒരു സിനിമാ ഷൂട്ടിങ്ങിന് പോകുന്ന തരത്തിലേക്ക് പള്ളിയിലേക്ക് കയറി വരിക എന്ന് പറയുന്നത് ആ കൊച്ചിന്റെയും ആ മാതാപിതാക്കൾ ഇതൊരു കൂദാശ സ്വീകരിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഇതൊരു പ്രണയരംഗത്തിൽ അഭിനയിക്കാൻ പോകുന്ന സ്ഥലമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഡ്രസ്സുമായിട്ട് ഒരു അമ്മയും ഒരു പള്ളിയിലും വരില്ല. നീന്തൽക്കുളത്തിൽ പോകുന്ന ഡ്രസ്സുമായിട്ട് ആരും മറ്റൊരു സ്ഥലത്ത് പോകില്ല. ഓരോ സ്ഥലത്തിനും അതിന്റെ, അതാണ് ഈ വിവേകം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വരവെന്ന വരവാണ് വിവരം. അതായത് നമുക്കൊക്കെ ജീവിതത്തിൽ 3 വരങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, നമുക്ക് വിവരമില്ലെന്നുള്ള വിവരം. 2, വിവരമുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള വിവരം. 3, വിവരക്കേട് വിളിച്ചു പറയുന്നവരുടെ വിവരക്കേട് മനസ്സിലാക്കാനുള്ള വിവരം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കേണ്ടതാണ്, ഈ വെളിവുകേടിന്റെ കാലത്ത് ദൈവമേ വെളിപാട് നൽകണമേ. ഈ പരിശുദ്ധ ആലയത്തിൽ പോയി ഞാനും എൻ്റെ മക്കൾ ഒരു കാരണവശാലും മറ്റൊരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കാനായിട്ടിരിക്കാനായിട്ട് 99-ാം സങ്കീർത്തനം. അതുകൊണ്ട് ഈ 8, 7, 15 ആഴ്ചയിൽ സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുക, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മല വസ്ത്ര വിഭൂഷിതരായി ആരാധിച്ചു വണങ്ങരുതെന്ന് പറയുമ്പോഴാണ് സീരിയൽ ഷൂട്ടിങ്ങുള്ള ഡ്രസ്സുമായിട്ട് പള്ളിയിൽ വന്നിരിക്കുന്നത്. അത് വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാൻ വരുന്നതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു വസ്ത്ര സംസ്കാരം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് സാധിക്കണം എന്നുള്ളതും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നല്ലതാണ്. അതുപോലെ 6ാമത്തെ സംസ്കാരം എന്ന് പറയുന്നത് മാധ്യമ സംസ്കാരമാണ്. നെറ്റിന്റെ കാലഘട്ടമാണിത്, ഇന്റർനെറ്റിന്റെ കാലഘട്ടമാണ്, 3Gയുടെയും 4Gയുടെയും കാലഘട്ടമാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും, മാധ്യമങ്ങൾ നന്മയും കൊയ്തെടുക്കാം, നാശവും കൊയ്തെടുക്കാം. അതുകൊണ്ട് കത്തോലിക്കാ സഭയുടെ നിലപാടെന്ന് പറയുന്നത് ഒരു മാധ്യമ വിദ്യാഭ്യാസമാണ്. മാധ്യമങ്ങളെല്ലാം മോശമാണെന്ന് പറഞ്ഞ കാലഘട്ടമൊക്കെ മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ള അതായത് കാലഘട്ടത്തിന് യോജിക്കാത്ത ചിന്തകളെ ഒന്നുമല്ല. അത് ഇവിടെ വേണ്ടത് നമുക്കൊരു ഡിജിറ്റൽ ഒരർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിഷനാണ്, ഒരു തീരുമാനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാധ്യമ വിദ്യാഭ്യാസമാണ് ആവശ്യം. ഡിജിറ്റൽ പൊള്യൂഷൻ്റെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡിജിറ്റൽ ഡീസൻസി എന്ന് പറയും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ മറ്റുള്ളവരെ അവഹേളിക്കുക. പ്രത്യേകിച്ച് ഇലക്ഷൻ കാലമൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെയും മറ്റുള്ളവരുടെയൊക്കെ അവരുടെ സാമൂഹിക ജീവിതത്തെ അവഹേളിക്കുന്ന തരത്തിൽ പടങ്ങളും ചിത്രങ്ങളും വിട്ട് മറ്റൊരു വ്യക്തിയെ, അതായത് കൊലപാതകം നടത്തുക എന്ന ഒരു രീതി പോലും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൈബർ ഇടങ്ങളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് ചെയ്യുന്നത് ഇതൊരു കൊലപാതകമാണെന്നൊരു മാധ്യമ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മാനസിക മലിനീകരണത്തിന് പലപ്പോഴും മാധ്യമങ്ങളെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് സംഭവിക്കുന്ന ഒരു കാര്യവും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമുക്കറിയാൻ സാധിക്കും, ഡിജിറ്റൽ
അഡിക്ഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഡിജിറ്റൽ അഡിക്ഷൻ. WHO ഒക്കെ ഇന്ന് ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രോഗത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഗെയിമിംഗ് ഡിസോർഡർ, CVS എന്ന രോഗമുണ്ട്, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. ആ കൊച്ചിന് മറ്റൊന്നിനും കാണാൻ താല്പര്യമില്ല, ഈ സ്ക്രീനിന്റെ മുമ്പിൽ മാത്രം ഇരിക്കും, പുറത്തിറങ്ങില്ല, കളിക്കില്ല, തമാശ പറയില്ല, മറ്റൊരു കാര്യത്തിന് പോകത്തില്ല. എപ്പോൾ നോക്കിയാൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നൊരു അസുഖമുണ്ട്. നോമോഫോബിയ എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു അവസ്ഥ, ഒരു ഭയമാണ്, അസ്വസ്ഥതയാണ്. ഇപ്പൊ ഇൻഫർമേഷൻ ഡിമെൻഷ്യ എന്നൊരു രോഗം വന്നിട്ടുണ്ട്. ഇൻഫർമേഷൻ ഡിമെൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലെ ഫോൺ നമ്പർ പോലും ഈ കൊച്ചോട് ചോദിച്ചാൽ അമ്മയുടെ ഫോൺ നമ്പർ ചോദിച്ചാൽ അറിയത്തില്ല, അപ്പന്റെ ഫോൺ നമ്പർ ചോദിച്ചിട്ടില്ല. അതും ഈ പറഞ്ഞ മൊബൈൽ നോക്കണം. ഇൻഫർമേഷൻ ഡിമെൻഷ്യ എന്ന് പറയും, മറ്റൊന്നും അറിയത്തില്ല. ഇതിൽ മൊബൈൽ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ജീവിതം തീർന്നൊരു അവസരത്തേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇൻഫർമേഷൻ ഡിമെൻഷ്യ എന്ന് പറയുന്ന, ഇന്റർനെറ്റ് ഡിമെൻഷ്യ എന്ന് പറയുന്ന അസുഖവും ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ കുറച്ചുകൂടി ഒരു മാധ്യമ വിദ്യാഭ്യാസം, ഒരു മാധ്യമ സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ആവശ്യമാണ്. നെറ്റ് നമുക്ക് ആവശ്യമാണ്, മൊബൈൽ നമുക്ക് ആവശ്യമാണ്, വാട്സപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ്, ഫേസ്ബുക്ക്, എല്ലാത്തിനും നന്മയും ഉണ്ട് നാശവും ഉണ്ട്. നന്മയും കൊയ്തെടുക്കാം, നാശവും കൊയ്തെടുക്കാം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു ഡിജിറ്റൽ ലിറ്ററസി നമുക്ക് ഇന്ന് നമ്മുടെ നമ്മുടെ കുടുംബങ്ങളിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഏഴാമതായിട്ട് നമുക്കിന്ന് വേണ്ട മറ്റൊരു സംസ്കാരം ലാളിത്യ സംസ്കാരമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ഉപഭോഗ സംസ്കാരത്തിലാണ്, കോംബോ ഓഫറുകളുടെ കാലഘട്ടത്തിലാണ്. കേരളം എന്ന് പറയുന്നത് ഒരു ഉപഭോഗ സംസ്കാരമാണ്. കാണുന്നതല്ല, വിലക്കുറവിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എല്ലാം മേടിച്ചു കൂട്ടുന്ന ഒരു സംസ്കാരമാണ്. ഉപകാരമില്ലാത്ത എന്തേരം വസ്തുക്കളാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത്. ഉപകാരമില്ലാത്ത വസ്തുക്കൾ, സാധനങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ നശിപ്പിച്ചു കളയാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് ആഘോഷങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നല്ലതാണ്. ആർഭാടങ്ങൾ പാവം. ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ആഘോഷങ്ങൾക്ക് സഭ എതിരല്ല, പക്ഷേ ആർഭാടങ്ങൾ, അത് അതായത് കല്യാണമാകട്ടെ, മാമോദീസ ആകട്ടെ, തിരുക്കളം പട്ടത്തിലാകട്ടെ, ദൈവം ഉള്ളിടത്ത് വിശപ്പില്ല. നമ്മൾ വിശുദ്ധ കുർബാനയിൽ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, നീതിയുടെ സൽപ്രവർത്തികളാൽ അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. നീതിയുടെ സൽപ്രവർത്തികളാൽ അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന്. അപ്പൊ ഇത് സഭയുടെ പ്രാർത്ഥനയാണ്. സഭ എന്താണ്? ഔദ്യോഗികമായിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ നിന്നെ പ്രസാദിപ്പിക്കാനുള്ള മാർഗം എന്താണ്? നീതിയുടെ, നമ്മുടെ രീതികളിലൊക്കെ ഒരു നീതി ഉണ്ടാകുന്ന നീതിയുടെ സൽപ്രവൃത്തി. എന്താണ് നീതി എന്ന് പറയുന്നത്? സ്നേഹം പ്രായോഗികമാക്കുന്നതാണ് നീതി. നീതി കവിഞ്ഞൊഴുകുന്നതാണ് കരുണ. അപ്പൊ സ്നേഹം, നീതി, കരുണ, മൂന്ന് വാക്കുകൾ. സ്നേഹം പ്രായോഗികമാക്കുന്നതാണ് നീതി, നീതി കവിഞ്ഞൊഴുകുന്നതാണ് കരുണ. ഇതിനാൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മളെ വചനം സൂചിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ജൂബിലി ആഘോഷങ്ങളാകട്ടെ, അതുപോലെ തന്നെ ആഡംബര ഭ്രമങ്ങളാകട്ടെ, മറ്റുള്ളവരെ വാങ്ങിച്ചാലേ ഞാനുള്ളൂ, കാണിച്ചാലേ ഞാനുള്ളൂ, മറ്റുള്ളവരെ കാണിക്കാനും വാങ്ങിച്ച് നാലുപേരുടെ മുമ്പിൽ കാണിക്കാനായിട്ട് ശ്രമിക്കുന്ന പരിശ്രമങ്ങളൊന്നും ഒരു ക്രൈസ്തവ വിശ്വാസത്തിന്റെ, നമ്മുടെ കുടുംബത്തിൽ മാറ്റേണ്ട ഒരു തെറ്റായ കാഴ്ചപ്പാടാണ്. നമുക്ക് വേണ്ടത് ഒരു ലാളിത്യത്തിന്റെ സംസ്കാരമാണ്. എട്ടാമതായിട്ട് നമ്മുടെ കുടുംബത്തിൽ രൂപപ്പെടേണ്ട മറ്റൊരു സംസ്കാരം എന്ന് പറയുന്നത് സമയ സംസ്കാരമാണ്. സമയ സംസ്കാരം. വിജ്ഞാന പുസ്തകം 16:28. പുലർകാല വെളിച്ചത്തിൽ സൂര്യോദയത്തിനു മുമ്പ് ഉണർന്ന് അവിടുത്തെ ആരാധിക്കുവിൻ. സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വചനം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. എഫേസ്യ ലേഖനം 5:17. നിങ്ങളുടെ സമയം പൂർണ്ണമായിട്ടും പ്രചരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഇന്നലെ സ്മാർട്ട് ആകണമെങ്കിൽ ടൈം ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. അത് ഈ സമയത്തിന്റെ ഒരു ഉപയോഗം. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ, ആർക്കും പ്രത്യേകമായിട്ട് കൂടുതൽ കിട്ടുന്നില്ല. അപ്പൊ ഈ സമയത്തിന്റെ പൂർണ്ണമായ ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയും. ക്വാളിറ്റി ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മറ്റൊന്നുമല്ല. അതായത് നമ്മുടെ നാട്ടിൽ ധാരാളം ചാനലുകളുണ്ട്. ഈ ചാനലുകളിൽ പരസ്യത്തിന് ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലെ 6 മണി തൊട്ട് 9 മണി വരെയുള്ള സമയത്താണ്. ആ സമയത്ത് പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ പരസ്യദാതാക്കൾക്ക് നല്ല തുക കൊടുക്കേണ്ടി വരും. പ്രൈം ടൈം എന്നാണ് വിശേഷിപ്പിക്കുന്നത്, ഒരു 6 മണി തൊട്ട് 9 മണിയുള്ള സമയത്ത്. ഇതുപോലെ നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ചില പ്രൈം ടൈമുകളുണ്ട്. ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ചൊരു പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, അല്ലെ ഒരുമിച്ചൊരു ധ്യാനത്തിന് പോവുക, അല്ലെ ഒരുമിച്ചുള്ള ഒരു യാത്ര, ഒരുമിച്ചിറങ്ങിയ ഭക്ഷണം. അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയും. അത് പ്രസൻസ് ആണ്. അമ്മയും അപ്പനും മക്കളും കൂടി, അതിനകത്ത് മറ്റാരെയും ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ കുടുംബത്തിൽ ഒരുമിച്ചുള്ളൊരു യാത്രയിലാകട്ടെ, അല്ലെങ്കിൽ ഒരു തീർത്ഥാടനം പോകുന്നതാകട്ടെ, ഇങ്ങനെ ഒരു വർഷത്തിലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ, ഈ കേരള നാട് എത്രയോ മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസുകളാണ്. ഈ തൊട്ടപ്പുറത്തെ ജില്ലയിൽ പോലും പോകാത്ത വർഷങ്ങളായിട്ട് സംബന്ധിച്ച മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഈ ക്വാളിറ്റി ടൈം എന്ന് നമ്മുടെ ബന്ധങ്ങളെ കുറച്ചൊരു ഊഷ്മളമാക്കും. ദ ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പ് മേക്ക് അവർ ലൈഫ് ഹാപ്പി. ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. എന്തുകൊണ്ടാണ് മുതിർന്ന കുട്ടികളും അപ്പനും അമ്മയും ഉൾപ്പെടെ ഒരു യാത്ര പോവുക എന്ന് പറഞ്ഞാൽ, ഈ യാത്ര എന്ന് പറയുന്ന സ്ഥലത്തേക്കല്ല, അതൊരു സംസ്കാരത്തിലേക്കുള്ള യാത്രയാണ്, ഒരു ഹൃദയത്തിലേക്കുള്ള യാത്രയാണ്.
അതുകൊണ്ടാണ് ഈ ക്വാളിറ്റി ടൈം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കേൾക്കുന്നത്. അതുപോലെ ഈ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് ജീവിതത്തിലൊരു മൂല്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൊച്ചുങ്ങളുടെ നീറ്റ് പരീക്ഷയ്ക്കാകട്ടെ, സെറ്റ് പരീക്ഷയ്ക്കാകട്ടെ, IELTS ആകട്ടെ, OETക്കാകട്ടെ, തലേ ദിവസം പോയി തന്നെ ലോഡ്ജ് എടുത്ത് മുറിയെടുത്ത് താമസിച്ച് പിറ്റേ ദിവസം 7 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. 5 മിനിറ്റ് താമസിച്ചത് അവർ കേട്ടില്ല. PSC പരീക്ഷയ്ക്ക് 5 മിനിറ്റ് താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹോൾ അടയ്ക്കും, കയറാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഉണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് താമസിച്ചടത്തി കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ, അല്ലെങ്കിൽ കൃത്യസമയത്ത് ഫീസ് അടച്ചില്ലെങ്കിൽ അവിടെയും പിടിക്കും. ഇവിടെ എല്ലാ സമയമുണ്ട്. പക്ഷേ 7 മണിക്കത്തെ കുർബാനയ്ക്ക് നമ്മൾ 7:15 എത്തുന്നു. ഇതിൽ കൂടുതലൊരു ദൈവനിന്ദയുണ്ടോ? ഒരു ദിനം കൂടി കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ച് ദൈവം സമ്പന്നം നൽകി, ഒന്നാന്തര വാഹനം നൽകി, ആരോഗ്യം നൽകി, 5 മിനിറ്റ് നടന്നാൽ ഈ പരിശുദ്ധ കുർബാന ഇപ്പങ്ങൾ ദൈവം വിളമ്പി വെച്ചതിന് വേണ്ടി ദൈവം നമ്മുടെ മുമ്പിൽ തിരിയായി തെളിയുമ്പോൾ ചിലക്കയിലെ കാർപ്പിച്ച് തുപ്പുന്ന അനുഭവം, വിശുദ്ധ കുർബാനയെ നിന്ദിച്ചവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായുള്ള തിരിച്ചടികൾ. പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നമ്മുടെ ജീവിതത്തെ എത്ര വലിയ കെട്ടുകളായ നിരന്തരമായിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു, വിശുദ്ധ കുർബാനയിൽ അഴിയാത്തൊരു കെട്ടില്ല. വർഷങ്ങളായിട്ട് നടക്കാത്ത വിവാഹങ്ങൾ, വർഷങ്ങളായിട്ട് നടക്കാത്ത സാമ്പത്തിക കടബാധ്യതകൾ ഒക്കെ നമ്മൾ കാണുന്നു പരിശുദ്ധ കുർബാനയിൽ അഴിയാത്തൊരു കെട്ടില്ല. കാരണം പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ചുടുചോരയുടെ വിലയാണത്. അഴിയാത്തൊരു കെട്ടില്ല. അതുകൊണ്ട് ഈ പള്ളിയുടെ തൊട്ടടുത്ത് കിടക്കുന്നവർ പോലും ഈ പരിശുദ്ധ കുർബാനയെ നിന്ദിക്കുന്നെങ്കിൽ, ഈ 25 വർഷത്തെ ഈ ദിവസത്തെ അങ്ങനെ ഒരു കാര്യം ഒരിടത്തും എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ടൈം നമ്മുടെ ജീവിതത്തിൽ നിൽക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ സാധിക്കാനായിട്ട് സാധിക്കും. കൊളോസ്യ ലേഖനം 4:5 പറയുകയാണ്, അതായത് നമ്മുടെ ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ ജീവിതത്തിന് സമയം ഉപയോഗിക്കുന്നതിനെ പറ്റി. അതുപോലെ തന്നെ ഈ സമയത്തിൽ പ്രത്യേകത എടുത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ജീവിതത്തെ സഹന സമയത്ത് മനുഷ്യന്റെയൊക്കെ ജീവിതത്തിൽ നൊമ്പരങ്ങൾ അനുഭവിക്കുന്നു. ഒരാൾ രോഗിയായി കഴിയുമ്പോൾ, ആശുപത്രിയിൽ കഴിയുമ്പോൾ, സഹന നിമിഷത്തിലാണ് നമ്മുടെ സൗഹൃദം എന്താണെന്ന് വെളിപ്പെടുന്നത്. ഒരാൾ രോഗിയായി കഴിയുമ്പോൾ ആ വ്യക്തിയെ ഒന്ന് സന്ദർശിക്കുക. അതുകൊണ്ട് ഇന്നില്ലെങ്കിൽ നാളെയും നമ്മളൊക്കെ കടന്നു പോകുന്നവരാ. കൂടണയും വരെ കൂട്ടിനുണ്ടെന്ന് പറയുന്ന ഒരു ചിന്ത, അതായത് രോഗിയായിരിക്കുന്ന അവസരത്തിൽ, അയൽവക്കത്തെ വീടാകട്ടെ മറ്റൊരു അവസരത്തിലെ, അപ്പോൾ മറ്റുള്ളവരൊക്കെ നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് സമയത്തെ പൂർണ്ണമായിട്ട് ഒരു സമയ സംസ്കാരമാകട്ടെ, പള്ളിയിലാകട്ടെ, ഏത് ഓഫീസിലാകട്ടെ, ഒരു സ്ഥലത്തും താമസിച്ചു പോകാത്ത, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ ചെല്ലുന്നതിന് വേണ്ടി ആരും കാത്തിരിക്കാനായിട്ട് ഇടവരുത്താത്ത ഒരു സമയ സംസ്കാരം, നമ്മുടെ ടൈം മാനേജ്മെന്റ്. 9ാമത്തേത് ഒരു വായനാ സംസ്കാരമാണ്. ദൈവത്തിന്റെ വചനമോ അവിടുത്തെ ശക്തിയോ അറിയാത്തത് കൊണ്ട് നമുക്ക് തെറ്റുപറ്റുന്നു. റീഡിങ് ഈസ് ഹീലിംഗ്. വായന മരിച്ചാൽ മനസ്സ് മരിക്കും. ഇന്നത്തെ ഒരു പുതിയ തലമുറയിൽ കാണുന്ന ന്യൂജന്റെ വലിയ പ്രത്യേകതയാണ്, ആർക്കും വായനയോട് താല്പര്യമില്ല. അത് വിഷ്വൽസിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വായിക്കുന്ന കുട്ടികളുടെ എണ്ണം പോലും വന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തിരുവചനം വായിക്കാനായിട്ട് വലിയ കുടുംബമാണ്. ഇത്രയും കാലമായിട്ട് ഒരു സ്പിരിച്വലായ ഒരു പുസ്തകം പോലും ഇല്ല. പ്രിയപ്പെട്ട അമ്മമാരെ, അപ്പന്മാരെ, നിങ്ങളിത് കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾക്ക് 4 ഡ്രസ്സ് മേടിച്ചാൽ 5ാമത്തേത് മേടിക്കേണ്ട ഒരു പുസ്തകമാണ്. നമ്മൾ ഈ ആദ്യ കുർബാന സ്വീകരണത്തിലൊക്കെ കൊണ്ടുപോയി ചൈനീസ് സാധനങ്ങളല്ല, കളിപ്പാട്ടമല്ല നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമ്പൂർണ്ണ ബൈബിള്. ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടിയുടെ ഒരു കുടുംബത്തിൽ ഒരു ബൈബിളല്ല വേണ്ടത്, എല്ലാവർക്കും ഓരോ ബൈബിളാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്. യഹൂദ പാരമ്പര്യത്തെ പറ്റി നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അവിടുത്തെ ഓരോ കൊച്ചു കുഞ്ഞിനും അവർ ചെറുപ്പം തൊട്ട് തന്നെ സ്വന്തമായിട്ടുള്ള എഴുതാനും വായിക്കാനും അറിയുമ്പോൾ തന്നെ ആദ്യം വായിക്കാനും പഠിക്കാനും കൊടുക്കുന്നത് ബൈബിളാണ്. നമുക്ക് ഈ ഒരു സംസ്കാരത്തിലേക്ക്, ഈ വായനാ സംസ്കാരത്തിലേക്ക് നമുക്ക് തിരിച്ചു വരേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പേഴ്സണൽ ബൈബിൾ കൊടുക്കുന്ന കാര്യത്തിലും, അതുപോലെ തന്നെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പുസ്തകം കൊടുക്കുന്ന കാര്യത്തിലായിട്ട് നമുക്കൊക്കെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് 9ാമത്തെ വായനാ സംസ്കാരം. 10ാമത്തെ എന്ന് പറയുന്ന അതിഥി സംസ്കാരമാണ്. അതിഥി സംസ്കാരം, ഹോസ്പിറ്റാലിറ്റി. പ്രിയപ്പെട്ടവരെ, ഇതൊന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ മലയാളികളാണ്. വി ആർ സിവിലൈസ്ഡ് ബട്ട് നോട്ട് കൾച്ചേർഡ്. നമ്മൾ പരിഷ്കൃതരാ പക്ഷെ സംസ്കൃതരാണെന്ന്. ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് കയറിയിരിക്കാൻ പറയുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി. അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണുകയാണ്, അവിടുത്തെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് ഇരച്ചു കയറി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി ഓടുകയാണ്. എന്തിനാ ആ കല്യാണത്തിന് വിളിച്ചത്? ഒന്നേ വരന്റെ വീട്ടുകാരായിട്ട് വധുവിന്റെ വീട്ടുകാർ, അവരുടെ അടുത്തൊന്നും ഇന്ന് വരന്റെ അടുത്ത് ചെന്നല്ലേ വധുവിന്റെ അടുത്ത് ചെന്ന് ഒരു കൺഗ്രാജുലേഷൻസ് പറയാൻ പോലും പറയാതെ ഓഡിറ്റോറിയത്തിൽ ഇരച്ചു കയറി തിന്നിട്ട് പാകിസ്ഥാൻ പട്ടാളത്തെ ഇന്ത്യൻ പട്ടാളം ആക്രമിക്കുന്നത് പോലെ ആക്രമിച്ചിട്ട് ഓടുകയാണ്. ഒരു ആതിഥ്യ മര്യാദ. ഒരു വീട്ടിൽ ഒരാൾ കഴിഞ്ഞാൽ ആ അതിഥി ദേവോഭവ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കേണ്ടതാണ്. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പെരുമാറേണ്ട രീതികളാണ്. ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകൊച്ചൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മ അടുക്കളയിൽ പണിയുമ്പോൾ ആ അടുക്കളയിൽ ഒന്ന് കയറി ചെന്ന് അവരെ ഒന്ന് സഹായിക്കാൻ, ഒന്ന് ചേർന്ന് നിൽക്കാൻ ഇനി ആരാ ഇത് പറഞ്ഞു കൊടുക്കുക?
ഹോസ്പിറ്റാലിറ്റി. അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ക്രൈസ്തവ പാരമ്പര്യം, സുറിയാനി പാരമ്പര്യത്തിൽ മനോഹരമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു വീട്ടിലേക്ക് അവർ വെറുതെ കയ്യും വീശി ചെല്ലില്ല. ബന്ധുവിന്റെ വീട്ടിലായാലും മറ്റൊരു വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കൊച്ചു സമ്മാനമായിട്ടുള്ളൂ. കാർഷിക പശ്ചാത്തലത്തിലുള്ള ഒരുപക്ഷെ ആ പറമ്പിലുണ്ടായ വയറായിരിക്കാം, വാഴക്കൊലി ആയിരിക്കാം, മറ്റെന്തെങ്കിലും ഒരു വീട്ടിലേക്കും കയ്യും വീശി കയറി ചെല്ലില്ല. അപ്പോൾ ഓണത്തിന്റെ അവസരമാകട്ടെ, ക്രിസ്മസിന്റെ അവസരമാകട്ടെ, ഇപ്പൊ നമുക്കറിയാം ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ കേക്കുകളൊക്കെ മേടിക്കും. ചില മനുഷ്യരെ നിരന്തരമായിട്ട് അവർ ഞങ്ങൾ കേക്ക് കൊണ്ട് തന്നോ, ഇവർ കേക്ക് കൊണ്ട് കൃത്യം കേക്കിന്റെ എണ്ണം എടുത്തുകൊണ്ടിരിക്കും. ഒറ്റ കേക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല, കൊടുക്കില്ല. അത് കൊടുക്കണമെങ്കിൽ അടുത്ത ജന്മത്തിൽ ഇനി ഒരു ജനിതക മാറ്റം വരുത്തി അടുത്ത രണ്ടാമത്തെ തലമുറയിൽ ആരെങ്കിലും ജനിച്ചാൽ ചിലപ്പോൾ അവരും എത്ര നാളായ അയൽവക്കക്കാർ നമുക്കൊരു കേക്ക് മേടിച്ചു തന്നെ ഇപ്രാവശ്യമെങ്കിലും ഏറ്റവും വില കുറഞ്ഞ ഒരു കേക്കെങ്കിലും മേടിച്ചു കൊടുക്കാൻ ആ കുടുംബത്തിൽ കൊച്ചി എനിക്കില്ല, കൊടുക്കാൻ അറിയത്തില്ല, അത് കൊടുക്കാനായിട്ട് പഠിച്ചിട്ടില്ല. അതുപോലെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ഈ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ കയ്യും വീശി പോകരുത്. നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമുണ്ട് ഒരു സമ്മാനം കൊടുക്കാൻ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ അയൽവക്കംകാരും ബന്ധുമിത്രാദികൾക്ക് രോഗികളായി ആശുപത്രിയിൽ കഴിയുമ്പോൾ നമുക്കിന്നറിയാം, ആശുപത്രിയിൽ കയറുക എന്ന ഒരു ഭയത്തിന്റെ അന്തരീക്ഷമാണ്, ഒരുപാട് വലിയ തുകയായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഒരു വ്യക്തിയെ കാണാനായിട്ട് പോകുമ്പോൾ ആരും കാണാതെ ഇരുകൈ അറിയാതെ ആ വ്യക്തിക്ക് സഹായം കൊടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ആ വ്യക്തി എന്ന് ഓർത്തിരിക്കുന്നതാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ തൊട്ട് പഠിപ്പിക്കേണ്ടതാണ്. അമ്മ വീട്ടിൽ കയറി ചെന്നാലും അപ്പം വീട്ടിൽ നമ്മുടെ പാരമ്പര്യമൊക്കെ അനുസരിച്ച് സാധാരണ ഈ തറവാട്ട് വീട്ടിൽ കയറി ചെന്ന് കഴിയുമ്പം അമ്മമാര് കൊച്ചു മക്കൾക്കും അല്ലെ മക്കൾക്കൊക്കെ ഒരു ചെറിയ തുക വണ്ടിക്കൂലിയായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് അത്. അതുപോലെ തന്നെയല്ല, കയ്യും വീശി തീറ്റ മത്സരത്തിനായിട്ട് പിള്ളേരെ കൊണ്ട് ആരും തറവാട്ട് വീട്ടിലേക്ക് പോവുകയില്ല. ഓണത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞ് തിന്നാവുന്നിടത്തോളം തിന്നു കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോരുമ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ 1 കിലോ മുന്തിരിയെങ്കിലും മേടിച്ചുകൊണ്ട് പോകാം. ഓറഞ്ചിനൊക്കെയാണ് ഇപ്പൊ നല്ല വിലക്കുറവാണ്. കയ്യും വീശി കടന്നില്ലാതെ പോകാനായിട്ടൊരു പ്രവണത, അതാണ് ആതിഥ്യ മര്യാദ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ചിന്തകൾ ഇവിടെ നമ്മൾ സമാപിക്കുമ്പോൾ ഒരു സ്മാർട്ട് ഫാമിലി ആകാൻ 10 കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ട് ഏതൊരു കുടുംബത്തിലും പ്രായോഗികമാക്കാൻ പറ്റും. അത് മറ്റൊന്നുമല്ല, സ്നേഹ സംസ്കാരം വേണ്ടേ നമുക്ക്, ഒരു പ്രാർത്ഥനാ സംസ്കാരം വേണ്ടേ നമുക്ക്, വൃത്തിയുടെ സംസ്കാരം നമുക്ക് വേണ്ടേ, ഒരു സമയ സംസ്കാരം നമുക്ക് വേണ്ടേ, ഭക്ഷണ സംസ്കാരം വേണ്ടേ, വസ്ത്ര സംസ്കാരം വേണ്ടേ, സമയ സംസ്കാരം വേണ്ടേ, ആതിഥ്യ മര്യാദയുടെ സംസ്കാരം. ഇങ്ങനെയാണ് കുടുംബം സ്മാർട്ടാകുന്നത്. അല്ലാതെ ഞാൻ 101ാമത്തെ ധ്യാനം കഴിഞ്ഞ് നീ 102ാമത്തേന് ബുക്ക് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമില്ല. വിശ്വാസം വീട്ടിലെത്തണം, ബോധം ഉണ്ടാകണം, ബോധത്തിലേക്ക് നയിക്കണം. അതാണ് റിട്രീറ്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് വിത്രോവൽ ടു ബാക്ക്വേർഡ് ഡിറക്ഷൻ. ചില വ്യക്തികളിൽ നിന്നും ചില സംഭവങ്ങളിൽ നിന്നുള്ള പിന്തിരിയലാണ്, ചില കാഴ്ചപ്പാടുകളിൽ നിന്ന് പിന്തിരിയലാണ്. അതുകൊണ്ട് നമുക്കിന്ന് വേണ്ടത് ഈ ഉന്നതതലത്തിലുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമുക്കിന്ന് വേണ്ടത് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു കണക്ക് പഠിക്കണം. നമുക്ക് വേണ്ട ഏറ്റവും വലിയ കണക്കെന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കുമ്പോൾ അപ്പനും അമ്മയും മക്കളും കൂടി ഒരു സമൂഹത്തിൽ അധികാരികളും അതിലും ഒരുമിച്ച് കൂടി ജീവിക്കുന്ന ഒരു കണക്കുണ്ട്. കണക്ക് തെറ്റാൻ പാടില്ല. ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ് എന്ന് പറഞ്ഞാൽ ഏറിപ്പോയാൽ നാറിപ്പോകും. ഒരുമിച്ച് ജീവിക്കാനുള്ള കണക്ക് പഠിക്കണം. 2, സ്നേഹിച്ച് ജീവിക്കുന്നതിന്റെ ഊർജ്ജതന്ത്രമുണ്ട്, ഫിസിക്സ്. ഇന്ന് പല സ്ഥലങ്ങളിലും പോയി കുട്ടികളെയൊക്കെ ഫിസിക്സും കണക്കുമൊക്കെ പഠിപ്പിക്കാനായിട്ട് പ്രത്യേക ട്യൂഷൻ സെന്റർ ഉണ്ട്. പക്ഷെ അപ്പനും അമ്മയ്ക്കും പഠിപ്പിക്കാവുന്ന ഒരു കണക്കുണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞത് ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ കണക്ക് പഠിപ്പിച്ചു കൊടുക്കണം. രണ്ടാമതായിട്ട് പഠിപ്പിക്കുന്ന സ്നേഹിച്ച് ജീവിക്കുന്നതിന്റെ ഊർജ്ജതന്ത്രം, ഫിസിക്സ്. ഊർജ്ജത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നതെന്നാണല്ലോ പഠിക്കുന്നത്. അതായത് മാതാപിതാക്കളും മക്കളും അയൽവക്കംകാരും സഹോദരങ്ങളൊക്കെ കൂടി നല്ലൊരു സ്നേഹബന്ധത്തിൽ ജീവിക്കാൻ കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, ലവ് ഒരു റേഡിയേഷനാണ്. അത് ആർക്ക് കൊടുക്കുന്നോ അവരും പൂരിതമാകും, പ്രകാശിപ്പിക്കും. അതുപോലെ 3ാമത്തെ എന്ന് പറയുന്നത് പരസ്പരം ബഹുമാനിക്കുന്നതിന്റെ രസതന്ത്രം, മ്യൂച്വൽ റെസ്പെക്റ്റിന്റെ രസതന്ത്രം. എന്താണ്? കെമിക്കൽസ് ഒക്കെ വേണ്ട വിധത്തിൽ കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. കെമിക്കൽസിന്റെ കോമ്പിനേഷനാണ്. ഇപ്പോൾ ഒരു ചമ്മന്തിക്ക് പോലും ഉപ്പ് കൃത്യമായിട്ട് കൂടിയില്ലെങ്കിൽ, എരിവ് കൃത്യമായിട്ട് കൂടിയില്ലെങ്കിൽ രുചിയില്ല. ഇതുപോലെ ഒരു രസതന്ത്രമുണ്ട്. എന്ത്? അതായത് പരസ്പരം ബഹുമാനിക്കുന്നതിൽ അമ്മയും അപ്പനെയും സഹോദരങ്ങളെയും അയൽവക്കംകാരെയും ഒക്കെ. 4ാമതായിട്ട് ആരെയും മുറിപ്പെടുത്താത്ത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജീവശാസ്ത്രം, ഒരു ബയോളജി. ആരെയും മുറിപ്പെടുത്തിക്കൊണ്ടല്ല, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവശാസ്ത്രം. അപ്പൊ നമുക്കിന്ന് വേണ്ട ബയോളജി. അപ്പൊ നമുക്ക് വേണ്ട കണക്ക് എന്താണ്? ഒരുമിച്ച് ജീവിക്കുന്ന കണക്ക് പഠിക്കണം, മാത്തമാറ്റിക്സ്. സ്നേഹിച്ച് ജീവിക്കുന്നതിന്റെ ഊർജ്ജതന്ത്രം പഠിക്കണം. 3ാമതായിട്ട് പരസ്പരം ബഹുമാനിക്കുന്നതിന്റെ രസതന്ത്രം പഠിക്കണം. എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന, ആരെയും മുറിപ്പെടുത്താത്ത അഹിംസയുടെ ഒരു ജീവശാസ്ത്രം. നീയും ജീവിക്കണം, ഞാനും ജീവിക്കണം. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. നിനക്ക് മാത്രം ജീവിച്ചാൽ പോരാ, എനിക്ക് മാത്രം ജീവിച്ചാൽ പോരാ. നമുക്ക് ഈ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയുമാണ്. നമുക്ക് ഇന്ന് ഈ ബയോമാത്സ് ആണ് ഇന്ന് കുടുംബത്തിൽ ഏറ്റവും ആവശ്യം. ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഹൈന്ദവ ശാസ്ത്രമൊക്കെ പഠിപ്പിച്ചത് സത്യം വദ ധർമ്മം ചര, നമ്മൾ കാണുന്നുണ്ട് മാതൃദേവോ ഭവ,
അതുപോലെ തന്നെ ആചാര്യ ദേവോഭവ. ഈ പഞ്ചതത്വങ്ങളിലാണ് ഹൈന്ദവ സംസ്കാരം പോലും നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ധ്യാനത്തിന്റെ ഈ സമാപന ചിന്ത ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ സ്മാർട്ട് ആകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.